നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ റീജ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെന്റൽ എബിലിറ്റി ആണ്. ഇപ്പൊ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ ആണ്? ഇപ്പൊ എല്ലാവർക്കും സൗണ്ട് ഒക്കെ വന്നല്ലോ, കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെന്റൽ എബിലിറ്റിയാണ്. ഓക്കെ ആണ്? അപ്പോ നമുക്ക് എന്താണ് മെന്റൽ എബിലിറ്റി, എങ്ങനെയാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്നൊക്കെ നോക്കാം. അപ്പൊ മെന്റൽ എബിലിറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് അല്ലെ ലോജിക്കൽ തിങ്കിങ് ഒക്കെ ഇങ്ങനെ കൂടും. അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഗർ മാച്ചിങ് എന്ന ടോപ്പിക്കാണ്. എല്ലാവരും റെഡിയാണോ ഈ ടോപ്പിക്ക് പഠിക്കാൻ? എല്ലാവരും റെഡിയാണോ ഈ ടോപ്പിക്ക് പഠിക്കാൻ? ഹായ് ഓമന, ലീല, അഞ്ജു, ഹായ് ഗംഗ, നിഷ, ജോബി, ഓക്കെ, ഹായ് റിയ, ഹായ് ഇവ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഈ ഫിഗർ മാച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫിഗർ എന്നിട്ട് ചോദിക്കും നെക്സ്റ്റ് ഫിഗർ ഏതാണ്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു പാറ്റേൺ കാണും, നമ്മൾ ആ ഒരു പാറ്റേൺ പുതിയ പാറ്റേൺ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ചിലപ്പോൾ മിസ്സിംഗ് ആയിരിക്കും, ചില പാറ്റേൺ മിസ്സിംഗ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടോ, ഒരു എക്സാമ്പിൾ പോലെ നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഒരു സർക്കിൾ കാണുന്നുണ്ടോ? അതിനുശേഷം നിങ്ങൾ എന്താണ് കാണുന്നത്? ഒരു ട്രയാങ്കിൾ അല്ലേ? വീണ്ടും ഒരു സർക്കിൾ നിങ്ങൾ കണ്ടോ? ഇനി നെക്സ്റ്റ് എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്ഷൻസ് ഉണ്ട്, ട്രയാങ്കിൾ, ഒരു സർക്കിൾ, പിന്നെ വീണ്ടും നമുക്കൊരു ട്രയാങ്കിൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്, പിന്നെ നൺ എന്നൊരു ഓപ്ഷനും കാണാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ, എന്താണ് നിങ്ങളുടെ ആൻസർ? ഹായ് മാളവിക, ഹായ് റയാൻ, ജോബി താണ്ടെ കമന്റ് ചെയ്തു ഓപ്ഷൻ എ, അഞ്ജു കമന്റ് ചെയ്തു, ബിൻസി, സിജി കമന്റ് ചെയ്തു, ഹായ് അങ്കല, ഹായ് ശിവാനി. അപ്പൊ എല്ലാരും കമന്റ് ചെയ്തു, എല്ലാവരുടെ ആൻസർ കറക്റ്റ് ആണ്. നിങ്ങൾ എല്ലാരും പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ആദ്യം ട്രയാങ്കിൾ പറഞ്ഞു, പിന്നെ സർക്കിൾ വന്നു, വീണ്ടും ട്രയാങ്കിൾ, വീണ്ടും ഒരു സർക്കിൾ. അപ്പൊ ഇതെന്താണ്? ഒരു കറക്റ്റ് ഓർഡറിൽ ഫസ്റ്റ് വിളിച്ചത് ട്രയാങ്കിൾ, സെക്കൻഡ് എന്താണ്? സർക്കിൾ. എങ്കിൽ വീണ്ടും ട്രയാങ്കിൾ, വീണ്ടും സർക്കിൾ. അപ്പൊ നെക്സ്റ്റ് വരുന്നത് എന്തായിരിക്കും? ട്രയാങ്കിൾ ആയിരിക്കും. ട്രയാങ്കിൾ തന്നെ നേരെ ഇരിക്കുന്ന ട്രയാങ്കിൾ അല്ലേ വരേണ്ടത്? നേരെ ഇരിക്കുന്ന ട്രയാങ്കിൾ അല്ലേ? തിരിച്ചുള്ള ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണോ വരേണ്ടത്? അല്ല, ഈ ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത് നേരെ വരയ്ക്കുന്ന ട്രയാങ്കിൾ ആണ്. അപ്പൊ നമ്മൾ വന്ന് നേരെയുള്ള ട്രയാങ്കിളിനെ ചൂസ് ചെയ്തു. അങ്ങനെ നമ്മുടെ ആൻസർ കറക്റ്റ് ആയി. അപ്പൊ എല്ലാവർക്കും കിട്ടിയില്ലേ? ആൻസർ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണ്? എല്ലാവരും ഓക്കെ ആണ്? അപ്പോ നമ്മുടെ ജോമെട്രിയില് നമുക്ക് കുറെ ഷേപ്പുകളൊക്കെ കാണാൻ പറ്റും അല്ലെ? നമുക്ക് കുറെ ഷേപ്പുകൾ കാണാൻ പറ്റും. അപ്പോ നിങ്ങൾ ഡെയിലി ലൈഫിൽ കാണുന്നതാണ് ഈ ഒരു ബോള്. ഈ ബോൾ എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ ഇമേജ് ആണ് അല്ലെ? ഒരു 3 ഡയമെൻഷണൽ ഇമേജ് ആണ്. അപ്പൊ എന്താണ് 3 ഡയമെൻഷൻ എന്നൊക്കെ പറയുന്നത്? അതായത് എക്സ്, വൈ, ഇസഡ് 3 ആക്സിസ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ 3 ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇതുണ്ടോ കോണ്? ഈ ഒരു ഷേപ്പ് കണ്ടില്ലേ? നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന കോണില്ലേ? അതൊക്കെ എന്താണ്? 3 ഡയമെൻഷണൽ ഇമേജ് ആണ്. ഇത് നമ്മൾ ഏണിയും പാമ്പും കഴിക്കത്തില്ലേ? അതിനകത്ത് ഇങ്ങനത്തെ ഒരു ക്യൂബ് കണ്ടിട്ടില്ലേ? ഇതാണ് ക്യൂബ്. ഓക്കെ ആണ്? ഇപ്പൊ ചിലത് ഇത് സ്ക്വയർ ഇതുപോലെ തന്നെയാണ് ഷേപ്പ് വരുന്നത് അല്ലെ? ഇനി ഇതാണ് സിലിണ്ടർ ഷേപ്പ്. നമുക്ക് ചില വീടുകളിലൊക്കെ ഇങ്ങനത്തെ തൂണുകളൊക്കെ കാണാം. മൈസൂർ പാലസിലൊക്കെ പോയെങ്കിൽ ഇഷ്ടംപോലെ തൂണുകൾ കാണാം. ഇതൊക്കെ എന്താണ്? നമ്മളുടെ 3 ഡയമെൻഷണൽ ഇമേജസ് ആണ്. ഓക്കെ അല്ലേ? 3 ഡയമെൻഷണൽ ഇമേജ്. ഇതെന്താണ്? ഒരു പിരമിഡ് ഷേപ്പ് ആണ്. അപ്പൊ ഈ കാണുന്നത് നമ്മുടെ ഡെയിലി ലൈഫിലോ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴോ ഒക്കെ കാണുന്ന ചില രൂപങ്ങളാണ്. ഇതിന് നമുക്ക് 3 ഡയമെൻഷൻ എന്ന് പറയാം. അപ്പൊ ഇതിന് ഒരു ബൗണ്ടറി ലൈൻ ഉണ്ട്. അപ്പൊ ഈ ഒരു ക്യൂബ് അല്ലെങ്കിൽ ഈ ഒരു സ്ഫിയറിലോട്ട് പോവുകയാണെങ്കിൽ ഇതിനൊരു എൻഡ് പോയിന്റ് ഉണ്ട് അല്ലെ? ചില സ്ഫിയർ നോക്കുമ്പോൾ നമുക്ക് ചെറുതായിരിക്കും, കുഞ്ഞായിരിക്കും, ചെറിയ എൻഡ് പോയിന്റ് ആണ്. ഇത് കുറച്ചും കൂടെ ബിഗ് സൈസ് ആണ്. അപ്പൊ സൈസുകൾ ഡിഫറെന്റ് ആണ്.
പലതിനും പല ആംഗിൾ ആയിരിക്കും. ഇപ്പൊ ട്രയാങ്കിൾ ഒക്കെ വരുമ്പോൾ ഇതിന്റെ ആംഗിൾ കണ്ടോ, ആംഗിൾ ഒക്കെ പലതായിരിക്കും. ഇപ്പൊ വലുത് വരയ്ക്കാം, ചെറുത് വരയ്ക്കാം. അപ്പൊ ആംഗിൾസ് ഒക്കെ ഇങ്ങനെ മാറുന്നു. അത് കഴിഞ്ഞിട്ടോ പല സർഫസ് ആണ്. ചിലതിങ്ങനെ റൗണ്ട് സർഫസ് ആണ്, ചിലതിങ്ങനെ സ്ക്വയർ ആണ്, ചിലത് കണ്ടോ ഇങ്ങനെ അരികു പോലെ ഇങ്ങനെ കൂർത്ത് വരുന്നതാണ്. പല ഡിഫറൻസ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഒരുപാട് 3 ഡയമെൻഷണൽ ഷേപ്പുകൾ നമുക്ക് കാണാം. ഓക്കെ ആണ്, എല്ലാവർക്കും മനസ്സിലായില്ലേ? ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന ചില 3 ഡയമെൻഷണൽ ഷേപ്പുകളെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ 2D എന്ന് പറയുന്ന ഒരു ടേം കണ്ടില്ലേ? 2 ഡയമെൻഷണൽ ജിയോമെട്രിക് ഷേപ്സ് ഉണ്ട്. അതായത് എക്സ് ആക്സിസും ഇതാണ് എക്സ് ആക്സിസ്. മുകളിലോട്ട് വരച്ചാൽ നമ്മൾ വൈ ആക്സിസ് എന്ന് വിളിക്കും. എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. അപ്പൊ ഈ എക്സ് വൈ ഇതിനകത്ത് വരച്ചെടുക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 2 ഡയമെൻഷണൽ 2D എന്നൊക്കെ പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് സർക്കിൾ. ഇനി സെമി സർക്കിളിലെ പകുതി സർക്കിൾ നിങ്ങളുടെ പ്രൊട്രാക്ടർ ഒക്കെ ഇല്ലേ? ഇനി ഓവല് നമ്മുടെ മുട്ട എഗ് ഓവൽ ഷേപ്പ് അല്ലേ? ട്രയാങ്കിൾ, സ്ക്വയർ സ്ക്വയർ. പിന്നെയോ നമ്മളൊരു ക്യാരം ബോർഡ് കളിക്കുന്നു. ഏത് ഷേപ്പാ? ക്യാരം ബോർഡ് സ്ക്വയർ ഷേപ്പാണ്. ചെസ് കളിക്കുന്നു. ചെസ് ഒരു എന്ത് ഷേപ്പാണ്? ഒരു റെക്ടാങ്കിൾ ഷേപ്പ് അല്ലേ? ഓക്കെ ആണ്. പല ഷേപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്ക്വയർ എന്ന് പറയാം, സ്ക്വയർ അല്ലെ? ഈക്വൽ ആണ് രണ്ടും വരുന്നത്. ഇനി നമ്മൾ അടുത്തതിലേക്ക് നമ്മുടെ ടെലിവിഷൻ, നമ്മുടെ TV, നിങ്ങളുടെ കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ, ഇതൊക്കെ ഏത് ഷേപ്പാണ്? ഒരു റെക്ടാങ്കിൾ ഷേപ്പ് അല്ലേ? ടെലിവിഷൻ ആണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ലാപ്ടോപ്പ് ഒക്കെ ആണെങ്കിലും നമ്മൾ കോമൺ ആയി കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ്? റെക്ടാങ്കിൾ ഷേപ്പാണ്. ഇനി ഇതുപോലെ പാരലോഗ്രാം ഷേപ്സ് ഉണ്ട്. പാരലോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു റെക്ടാങ്കിൾ പോലെയാണ്, പക്ഷെ അത് ഇങ്ങനെയാണോ? ഈ അറ്റവും ഈ അറ്റത്തിലും ഒരു ചരിവുണ്ട്. കണ്ട് ഇവിടെ ഒരു ചരിവുണ്ട്, ഇവിടെ ഒരു ചരിവുണ്ട്. കാണുന്നുണ്ടോ? ഷേപ്പ് കാണുന്നുണ്ടോ? ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? റയാൻ മാത്രമേ കമന്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി എന്താണ് കമന്റ് വരാത്തത്? ദുൽഖർ സൽമാൻ ഉണ്ടോ ഇവിടെ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ജൂലി മനസ്സിലായി. നമ്മളിപ്പോ 3 ഡയമെൻഷണൽ പിക്ചർ കണ്ടു അല്ലെ? 3 ഡയമെൻഷണൽ പിക്ചർ കണ്ടു. ഇനി നമ്മൾ ഏത് ഷേപ്പാണ്? 2 ഡയമെൻഷണൽ കാണുകയാണ്. ഇപ്പൊ നമ്മൾ ഏതാണ് കാണുന്നത്? 2 ഡയമെൻഷണൽ ആണ് കാണുന്നത്. അപ്പൊ 3D കണ്ടു, ഇപ്പൊ നമ്മൾ 2D ഇമേജ് ആണ് കാണുന്നത്. 3D കണ്ടു, ഇപ്പൊ നമ്മൾ ഏത് ഇമേജ് ആണ് കാണുന്നത്? 2 ഡയമെൻഷണൽ ഇമേജ് ആണ് കാണുന്നത്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. ഇനി വേറൊരു ഷേപ്പ് ഉണ്ട്. ഇതുണ്ടോ? ഇതൊരു ചതുരമാണ്, പക്ഷേ ഇതിന് വേറൊരു പേരാ. കാര്യം ഇത് ഇങ്ങനെയാണ്. ഇതിന്റെ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഭാഗം വരച്ചേക്കുന്നത് ഇങ്ങനെ ചരിഞ്ഞാണ്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ട്രപ്പീസോയിഡ്. ഇതെന്താണ്? ട്രപ്പീസോയിഡ് ആണ്. അപ്പൊ നമുക്ക് ഒരുപാട് ഷേപ്പുകളുണ്ട് അല്ലെ? ചുറ്റും നോക്കിയാൽ ഇഷ്ടംപോലെ ഷേപ്പുകൾ കാണാം. ചിലത് വട്ടമായിരിക്കും, ചിലത് ചതുരമായിരിക്കും, ചിലത് ത്രികോണമായിരിക്കും, വട്ടത്തെ തന്നെ അടിച്ചു പരത്തി ഓവലായിരിക്കാം, പിന്നെ റെക്ടാങ്കിൾ, സ്ക്വയർ, പാരലോഗ്രാം, റോംബസ്, ട്രപ്പീസോയിഡ്, ഇങ്ങനെ പല 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 ഷേപ്പുകളാണ്. ഇനി ഇത് കണ്ടോ? നമ്മുടെ കൈറ്റില്ലേ? നമ്മള് പട്ടം പരത്തത്തില്ലേ? ഈ പട്ടം പരത്തുമ്പോൾ ഈ പട്ടം ഇങ്ങനെ പറത്താൻ ഇഷ്ടമാണ് അല്ലെ? അതിന്റെ ഷേപ്പ് എന്താണ്? ഇങ്ങനൊരു ഷേപ്പ് അല്ലേ? ഇനി നമുക്ക് ഇതെല്ലാം നമ്മള് 4 സൈഡ് ആണ് കണ്ടത്. സ്ക്വയർ ആണെങ്കിൽ 4 സൈഡ് ആയിരുന്നു, റെക്ടാങ്കിൾ 4 സൈഡ് ആയിരുന്നു, ട്രപ്പീസോയിഡ് 4 സൈഡ്, റോംബസ് 4, പാരലോഗ്രാം 4 സൈഡ്, ട്രയാങ്കിൾ 3 സൈഡ് ആണോ? എല്ലാവർക്കും 3 സൈഡ് ആണോ റെക്ടാങ്കിൾ കാണാൻ പറ്റുന്നത്? 4 സൈഡ് ആണോ ട്രപ്പീസോയിഡും അതുപോലെ തന്നെ ഈ ഒരു പാരലോഗ്രാമും ഒക്കെ കാണാൻ സാധിക്കുന്നത്? അഞ്ജു, ശ്രീലക്ഷ്മി, ജോബി, എല്ലാവർക്കും പിടികിട്ടുന്നില്ലേ? ഇപ്പൊ നമ്മൾ 2 ഡയമെൻഷണൽ പിക്ചേഴ്സിനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ? 2 ഡയമെൻഷണൽ പിക്ചേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണ്? ഇനി നമുക്ക് 5 വശമുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? നമ്മുടെ കയ്യില് 4 അല്ല 5 വശമുണ്ട്, 5 സൈഡ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് വിളിക്കും? 5 സൈഡ് ആണെങ്കിൽ അതിനെ വിളിക്കും പെഞ്ചഗൺ. അതിനൊരു പേരുണ്ട്, പെഞ്ചഗൺ. എന്താ പേര്? പെഞ്ചഗൺ എന്നാണ് പേര്. ക്ലിയർ ആണോ? 5 സൈഡ് ഉണ്ടെങ്കിൽ പഞ്ചഭുജം. പാഞ്ചാലി അറിയത്തില്ലേ കഥയിലെ? 5 ആള് അല്ലെ? 5 ഭർത്താക്കന്മാരുണ്ട്. അപ്പൊ പാഞ്ചാലി. അത് 5 വശമുണ്ടെങ്കിൽ പഞ്ചഭുജം ഇങ്ങനെ വിളിക്കും മലയാളത്തിൽ, പെഞ്ചഗൺ.
6 വശമുണ്ടെങ്കിലോ ഹെക്സഗൺ, ഷഡ്ഭുജം എന്ന് വിളിക്കും. ഹെക്സഗൺ അല്ലെങ്കിൽ ഷഡ്ഭുജം എന്ന് വിളിക്കും. ഹെക്ടഗൺ ഉണ്ട് 7 വശം, ഹെക്ടഗൺ. അപ്പോ സപ്തഭുജം എന്ന് വിളിക്കും. ഒക്ടഗൺ അത് 8 വശമാണ്, അഷ്ടഭുജമാണ് ഒക്ടഗൺ. 9 വശമാണെങ്കിലോ നണഗനാണ്. ഇനി 10 വശമുണ്ടെങ്കിൽ ഡെക്കഗൺ എന്നും വിളിക്കും. അപ്പൊ ഇങ്ങനെ വശങ്ങൾ മാറുന്നതിനനുസരിച്ച് പേരുകളും മാറുന്നു. ക്ലിയർ ആണോ? ഷേപ്പുകൾ മാറുന്നു, സൈഡുകൾ മാറുന്നു, അരികുകൾ മാറുന്നു, ആംഗിളുകൾ മാറുന്നു. അങ്ങനെ മൊത്തത്തിൽ മാറ്റങ്ങൾ കാണുന്നുണ്ടോ? എല്ലാരും മാറ്റങ്ങൾ കണ്ടോ? ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിപ്പോ 2 ഡയമെൻഷൻ അല്ലേ പഠിച്ചത്? 2 ഡയമെൻഷൻ എല്ലാവർക്കും ക്ലിയർ ആണോ? 2 ഡയമെൻഷൻ എല്ലാവർക്കും ക്ലിയർ അല്ലേ? 3 ഡയമെൻഷനും എല്ലാവർക്കും മനസ്സിലായില്ലേ? ക്ലിയർ ആണ്, എല്ലാവർക്കും പിടികിട്ടി അല്ലെ? ഒരു 2 ഡയമെൻഷൻ സാധനമുണ്ട്, അതുപോലെ തന്നെ 3 ഡയമെൻഷൻ ഉണ്ട്. 3 ഡയമെൻഷൻ നമുക്ക് ഡെയിലി ലൈഫിൽ കുറെ കാണാൻ പറ്റും. നമുക്കിങ്ങനെ ഒബ്ജക്റ്റ് ആണല്ലേ, XYZ ഉള്ളത് ഇങ്ങനെ കയ്യിലെടുത്ത് കാണാം, സംഭവങ്ങളെല്ലാം കാണാൻ പറ്റും. ഇനി നമ്മൾ വേറെ കുറച്ച് കാര്യം പറയുകയാണ്. ചില ഷേപ്പുകൾ നമ്മൾ നോക്കുമ്പോൾ അതിനൊരു റെഗുലാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ട്. നമ്മൾ കാണുമ്പോൾ ഇത് ഇന്ന ഷേപ്പാണ് നമുക്ക് പറയാം. സ്ക്വയർ ആയിട്ട് ഇത് സർക്കിളാ, ഇത് ക്യൂബാ, ഇതൊരു സ്ഫിയറാ, ഇതൊരു ബോളാ, ഇനി നമുക്ക് ഇന്നതാണ് എന്ന് പറയാം. എന്നാൽ വേണ്ട, നോക്കിക്കോണേ, ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചിട്ട് നിങ്ങൾക്ക് പറയാം ഇതെന്താണെന്ന് പറഞ്ഞേ. നമ്മൾ ക്ലൗഡ്സിനെ കാണാറില്ലേ? ക്ലൗഡ്സ് ഇങ്ങനൊക്കെ വേറെ ഇങ്ങനെ എന്തൊക്കെയോ പോലെ കിടക്കുന്നതാണ്. അപ്പൊ നമ്മൾ പറയും ചില സമയത്ത് ഞാനൊരു പക്ഷിയെ കണ്ടു ക്ലൗഡായിട്ട്, ഞാനൊരു സിംഹത്തെ കണ്ടു അല്ലെ, നമുക്കൊന്ന് തോന്നും ഇന്നതുപോലെ ഇരിക്കുന്നു, അതുപോലെ തോന്നുന്നു എന്ന് നമ്മൾ പറയും അല്ലെ. ഇനി നമ്മുടെ അടുത്ത് ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തെറ്റിയൊക്കെ നമ്മൾ വേറൊരു ഷേപ്പൊക്കെ ഇങ്ങ് വരയ്ക്കും. അപ്പൊ അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടോ? ഒരു റെഗുലാരിറ്റി ഉണ്ടോ? ഇല്ല. അപ്പൊ റെഗുലർ ഷേപ്പ് ആണ്, അതാണ് സ്ക്വയറും സർക്കിളും ഒക്കെ. ഇനി ഇറഗുലർ ആണെങ്കിൽ അത് സിമട്രി ആയിരിക്കുവോ? സിമട്രി ആയിരിക്കുവോ? എന്താ ഈ സിമട്രി എന്ന് പറഞ്ഞാല്? ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും വെച്ച് ഇതിനെ മുറിക്കുകയാണ്, രണ്ടാക്കി മുറിച്ചാൽ അപ്പുറവും ഇപ്പുറവും ഒരുപോലെ ഇരിക്കും. ഞാൻ ഇവിടെ വെച്ച് മുറിച്ചു, അപ്പുറം ഇപ്പുറം ഒരുപോലെ, ഇവിടെ വെച്ച് മുറിച്ചു, അപ്പുറം ഇപ്പുറം ഒരുപോലെ. എനിക്ക് എവിടെ വെച്ച് വേണമെങ്കിലും മുറിക്കാം, അപ്പുറം ഇപ്പുറം ഒരുപോലെ. കണ്ടോ? അപ്പുറം ഇപ്പുറം ഒരുപോലെ. ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം ഒരുപോലെ, അതായത് ഒത്ത നടുക്ക് വെച്ച് വേണം വരയ്ക്കാൻ, മുറിക്കാൻ. ഇപ്പൊ ഞാൻ ഈ അറ്റത്ത് വെച്ച് വെച്ചിട്ട് പറയാം അപ്പുറം ഇപ്പുറം ഒരുപോലെ. അങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങൾ നോക്കിയേ, ഇതാണ് സർക്കിൾ, ഞാൻ ഇപ്പുറത്ത് വെച്ച് മുറിച്ചു. എനിക്ക് ഇഷ്ടമുള്ള അടുത്തൊന്ന് മുറിക്കാലോ, എങ്ങനെ ഇവിടെ വെച്ചൊന്ന് മുറിക്കാണ്, ഈ ഇപ്പുറം ഇപ്പുറം ഒരുപോലെ ആണെന്ന് പറയാൻ പറ്റൂല. ഒത്ത നടുക്ക് വെച്ച് വേണം വരയ്ക്കാൻ, സെന്ററിലൂടെ ആയിരിക്കണം പാസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെ, എന്റെ മനുഷ്യനാണ് ഞാൻ, അപ്പൊ എന്നെ ഇങ്ങനെ നേരെ മുറിച്ചാൽ ഇപ്പുറത്തൊരു കൈയുണ്ട്, ഇപ്പുറത്തൊരു കൈയുണ്ട്, ഇപ്പുറത്തൊരു കാലുണ്ട്, അപ്പുറത്തൊരു കാലുണ്ട്, ഇവിടെ 5 വിരൽ, ഇവിടെ 5 വിരൽ, അങ്ങനെ ഈക്വൽ ആയിട്ട് കിട്ടും. ഇപ്പുറത്തൊരു കണ്ണുണ്ട്, മൂക്ക് തന്നെ നേർ പകുതിയാക്കുക, ചുണ്ടിങ്ങനെ പകുതിയാക്കുക. അപ്പൊ എനിക്ക് അപ്പുറം ഇപ്പുറം ഒരുപോലെ തോന്നും. അതായത് നമ്മൾ സിമട്രിക് ആണ്. ഈ നേർരേഖയിൽ അല്ലെങ്കിൽ നടുക്കൂടെ കൃത്യമായി മുറിച്ചെടുക്കാമെങ്കിൽ അപ്പുറം ഇപ്പുറം ഈക്വൽ ആയി കിട്ടും. അങ്ങനത്തെ ഷേപ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മളുടെ സിമട്രിക് ഷേപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ് സിമട്രിക് ഷേപ്പ് എന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഒത്ത നടുക്കൂടി ഇങ്ങനെ മുറിക്കണം, അല്ലാണ്ട് ഞാൻ ഇങ്ങനെ അറ്റത്ത് വെച്ച് മുറിക്കാന്ന് പറഞ്ഞാൽ ഓക്കെ ആവോ? ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ ഇതാണ് സ്ഫിയർ. സ്ഫിയറിനെ എനിക്ക് ഒത്ത നടുക്കൂടെ മുറിച്ച് അപ്പുറം ഇപ്പുറം ഈക്വൽ ആക്കാം. പക്ഷെ ഇത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ, ഈക്വൽ ആവോ? ഒരിക്കലും ഈക്വൽ ആവില്ല. സിമട്രിക് ആക്കാൻ പറ്റും ഈ ഷേപ്പുകൾ, പക്ഷെ ഒത്ത നടുക്കൂടെ ആയിരിക്കണം, കറക്റ്റ് സെന്റർ പൊസിഷനിലൂടെ ആയിരിക്കണം നമ്മൾ ഡിവിഷൻ നടത്തേണ്ടത്. ക്ലിയർ ആണല്ലോ? പിന്നെ ഈ ഓവൽ ഷേപ്പിനൊക്കെ പ്രത്യേകത, ഇവിടുന്നൂടെ ഇങ്ങനെയൊക്കെ നമുക്ക് മുറിച്ചാൽ അപ്പുറം ഇപ്പുറം ഇവിടെ ഒരുപോലെ ആകും. കണ്ടോ? ഇതിന് കണ്ടത് ഇങ്ങനെ മുറിച്ചാലും ഇങ്ങനെ മുറിച്ചാലും ഇങ്ങനെ മുറിച്ചാലും ഒക്കെ ഇത് കുറെ ഷേപ്പുകളൊക്കെ ഒരുപോലെ ഇരിക്കും. അങ്ങനെ ചില സ്പെഷ്യാലിറ്റീസ് ഇങ്ങനത്തെ ഷേപ്പുകൾക്കുണ്ട്. ഇനി ചില ഷേപ്പുകളോ എങ്ങനെ മുറിച്ചാലും ഇതൊരു അപ്പുറം ഇപ്പുറം ഈക്വൽ ആകാറില്ല. അതിനെയാണ് നമ്മൾ ഇറഗുലർ എന്ന് പറയുന്നത്. ഇത് അസിമെട്രിക്കൽ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഫ്രീ ഫോം ഷേപ്സ് എന്നോ ഓർഗാനിക് ഷേപ്സ് എന്നോ വിളിക്കാം. അപ്പൊ നമുക്ക് എക്സാമ്പിൾക്കൊക്കെ ചുമ്മാ എന്തെങ്കിലും ഒരു ഷേപ്പ് ആയിരിക്കും തരാൻ പോകുന്നത്. അപ്പൊ ഈ ഷേപ്പുകളെ നമുക്ക് എന്ത് വിളിക്കാം? അസിമെട്രിക് ആണ്. ഇതൊരു ഫ്രീ ഫോം ഷേപ്സ് എന്നോ ഓർഗാനിക് ഷേപ്സ് എന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. അസിമെട്രിക് ആണ്, ഫ്രീ ഫോം ഷേപ്പ് ആണ്, അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ഷേപ്പ് ആണ് എന്നൊക്കെ വിളിക്കാം. അപ്പൊ റെഗുലാരിറ്റി അല്ലെങ്കിൽ യൂണിഫോമിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഇറഗുലർ ഉണ്ട്. ഓക്കെ ആണ്. ഇനി നമ്മൾ നോക്കുകയാണ് ഒരു ട്രീയുടെ ഷേപ്പ്.
ഇതാണ് ഒരു ട്രീ. നിങ്ങൾക്ക് ഒരു ട്രീയെ പോലെ തോന്നിയോ? അപ്പൊ ട്രീയുടെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇതൊരു ഓർഗാനിക് ആണ്, ഇതൊരു ഇറഗുലർ ഷേപ്പാണ്. ചിലപ്പോൾ ഇവിടെ ആയിരിക്കും 2 ബ്രാഞ്ചസ് ഉള്ളത്, ഇവിടെ ബ്രാഞ്ച് ഇല്ല അല്ലെ. ചിലപ്പോൾ ഇപ്പുറത്തായിരിക്കും ബ്രാഞ്ച് ഉള്ളത്, ഇപ്പുറത്തെ ബ്രാഞ്ച് ഇല്ല. അപ്പൊ ഇതൊരു ഇറഗുലർ ആണ്, ഇതൊരു ഓർഗാനിക് ആണ് എന്ന് പറയാം. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ 2-3 ടേംസ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ 3 ഡയമെൻഷൻ എന്താണെന്ന് പഠിച്ചു, അതുപോലെ 2 ഡയമെൻഷൻ എന്താണെന്ന് പഠിച്ചു, 3 ഡയമെൻഷണൽ പിക്ചേഴ്സിന് എക്സാമ്പിൾ കണ്ടു, 2 ഡയമെൻഷണൽ പിക്ചേഴ്സിന് എക്സാമ്പിൾ കണ്ടു. എന്താണ് റെഗുലർ, എന്താണ് ഇറഗുലർ, എന്താണ് സിമെട്രിക്, എന്താണ് അസിമെട്രിക് എന്ന് മനസ്സിലാക്കി. പിന്നെ ഓർഗാനിക് ഷേപ്സ്, ട്രീയുടെ ഷേപ്പ്, ഫ്രീ ഫോം ഷേപ്സ്, ഇതിനെ കുറിച്ച് മനസ്സിലാക്കി. ഇറഗുലർ ഷേപ്സിന് എക്സാമ്പിൾ കണ്ടോ? ഇതൊക്കെ ഇറഗുലർ ഷേപ്പുകളാണ്. ഇനി നോക്കിക്കോ, പ്ലെയിൻ ജോമെട്രി, പ്ലെയിൻ ആയിട്ടുള്ള ജോമെട്രി, 2 ഡയമെൻഷണൽ ഷേപ്സ്, ഫ്ലാറ്റ് ഷേപ്സ് ആണ്. ചിലത് ക്ലോസ്ഡ് ആയിരിക്കും, ചിലത് കണ്ട ക്ലോസ് ആക്കും. സർക്കിൾ അല്ലെങ്കിൽ റെക്ടാങ്കിൾ അതല്ലെങ്കിൽ ട്രയാങ്കിൾ, ഇതിനൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, ഇവിടെ വന്ന് എൻഡ് ചെയ്തു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എൻഡ് ചെയ്തു. സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്ലോസിംഗ് പോയിന്റ് സെയിം ആണ്. അപ്പൊ ഇതിന് ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ്. സർക്കിൾ, സ്ക്വയർ, റെക്ടാങ്കിൾ, റോംബസ് ഇതെല്ലാം ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണ്. ഇനി നമ്മളുടെ 3 ഡയമെൻഷൻ സോളിഡ് ജോമെട്രിയിലേക്ക് പോകുമ്പോൾ ക്യൂബ്, ക്യൂബോയിഡ്, കോണ്, സ്ഫിയർ, സിലിണ്ടർ ഇതെല്ലാം എന്താണ്? ഒരു ക്ലോസ്ഡ് പിക്ചർ ആണ്. നമുക്ക് ക്യൂബോയിഡ് ആയിട്ട് നമ്മളുടെ ബുക്സ് നോക്കാം, ഗ്ലാസസ്, ട്രാഫിക് കോൺസ്, ഇങ്ങനെ കുറെ ഷേപ്പുകളുണ്ട് അല്ലെ. ചിലതൊക്കെ ക്ലോസ്ഡ് ആണോ? ഇതൊക്കെ തന്നെ ക്ലോസ്ഡ് ആണ്. നനഗൺ, ഒക്ടഗൺ, ഹെപ്റ്റഗൺ, ഹെക്സഗൺ, സർക്കിൾ, ട്രയാങ്കിൾ, സ്ക്വയർ, പെന്റഗൺ ഇതെല്ലാം എന്താണ്? ക്ലോസ്ഡ് ആണ്. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈ പോയിന്റിൽ തന്നെ നമുക്ക് എൻഡ് ചെയ്യാം. ഇതൊരു ക്ലോസ്ഡ് ആണ്. എന്നാൽ ചില ഷേപ്പുകൾ ഉണ്ട്, അതായത് ഇത്രയേ ഉള്ളൂ. ഇതൊരു ക്ലോസ്ഡ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ എവിടെയോ ഇത് ഓപ്പൺ ആയി പോയിരിക്കുന്നു, ഇതാണ് എന്റെ ഷേപ്പ്. അപ്പൊ ഈ ഷേപ്പുകളൊക്കെ ക്ലോസ്ഡ് ആണോ? അല്ല, ഇങ്ങനെ ഓപ്പൺ ആണ്. അപ്പൊ ക്ലോസ്ഡ് ഷേപ്പ് ഉണ്ട്, ഓപ്പൺ ഷേപ്പ് ഉണ്ട്. ക്ലോസ്ഡ് ഷേപ്പ് ഉണ്ട്, ഓപ്പൺ ഷേപ്പ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായവരെല്ലാം ലൈക്ക് ചെയ്യണം. ഓക്കെ ആണ്? ഓക്കെ ആണ്. അപ്പൊ നമ്മൾ 2 ഡയമെൻഷൻ പഠിച്ചു, 3 ഡയമെൻഷൻ പഠിച്ചു, സിമെട്രിക് പഠിച്ചു, അസിമെട്രിക് പഠിച്ചു, ഓപ്പൺ ഷേപ്പ് പഠിച്ചു, ക്ലോസ്ഡ് ഷേപ്പ് പഠിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്? എല്ലാവർക്കും മനസ്സിലായി? ഓപ്പൺ ആയി, ക്ലോസ് ആയി, ഇറഗുലർ ആയി. പിന്നെയോ നമുക്ക് റെഗുലർ അല്ലെങ്കിൽ യൂണിഫോം കണ്ടു. പിന്നെ നമ്മൾ ഓർഗാനിക് ഷേപ്പ് അല്ലെങ്കിൽ ഫ്രീ ഫോം ഷേപ്സിനെ കുറിച്ചും മനസ്സിലാക്കി. എന്റെ പേര് റീജാണ്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും പിടി കിട്ടിയില്ലേ ഇത്രയും കാര്യങ്ങൾ? നമ്മൾ 2 ഡയമെൻഷനിൽ കുറച്ചും കൂടി എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സർക്കിൾ, ട്രയാങ്കിൾ, സ്ക്വയർ, പെന്റഗൺ ഇത് നമ്മൾ കണ്ട എക്സാമ്പിൾസ് ആണ്. 3 ഡയമെൻഷനും കുറച്ചും കൂടി എക്സാമ്പിൾ കാണിച്ചതാണ്. നമ്മൾ ഡെയിലി ലൈഫിലെ സ്ഫിയറും പിരമിഡും ഒക്കെയാണ് കണ്ടത്. എങ്കിൽ സിലിണ്ടർ, ക്യൂബ്, പിരമിഡ്, ക്യൂബോയിഡ്, നമ്മുടെ ഇഷ്ടികയില്ലേ അതല്ലേ ഒരു ക്യൂബോയിഡ് ഷേപ്പ് അല്ലേ. പിന്നെയോ കോണുകൾ, ഹെക്സഗണൽ ഷേപ്സ് ഉണ്ട്, പിരമിഡ്സ് ഉണ്ട്, സ്ഫിയേഴ്സ് ഉണ്ട്, അങ്ങനെ ഹെമി സ്ഫിയേഴ്സ് ഉണ്ട്, അങ്ങനെ ട്രയാങ്കുലർ പ്രിസം ഉണ്ട്. നിങ്ങൾ സ്കൂളിൽ ചില സമയങ്ങളിൽ ചിലരൊക്കെ ഒരു പരീക്ഷണം നടത്തും. ഇങ്ങനെ ഒരു പ്രിസം ഉണ്ടാക്കിയിട്ട് ചുമ്മാ ഈ പൊട്ടിയ ഏതെങ്കിലും ഒരു വളയുടെ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കറക്കി കറക്കി നോക്കാമെങ്കിൽ ഒരുപാട് പിക്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ആരെങ്കിലും ഒന്ന് പരീക്ഷിച്ചിട്ടുണ്ടോ? ഒരു 3 ഗ്ലാസ് കൂട്ടി വെച്ചിട്ട് ഒരിടത്ത് ഇങ്ങനെ ഒരു പ്ലെയിൻ കവറിങ് കൊണ്ട് മൂടുക, എന്നിട്ട് എന്ത് ചെയ്യുക, ചുമ്മാ ഒരു പൊട്ടിയ വള എടുത്തിട്ട് ഇങ്ങനെ കറക്കി കറക്കി നോക്കാമെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ഷേപ്പുകൾ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ അല്ലെ. അതാണ് നമ്മുടെ എന്ത് ഷേപ്പ്? ട്രയാങ്കുലർ പ്രിസം. ട്രയാങ്കുലർ പ്രിസം. ഈ കാണുന്നതെല്ലാം എന്താണ്? നമ്മളുടെ 3 ഡയമെൻഷണൽ പിക്ചേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ എന്താണ് 3D പിക്ചേഴ്സ് എന്ന്? ഈ ഹാഫ് സ്ഫിയറിനെ നമുക്ക് ഹെമിസ്ഫിയർ എന്നും പറയാം. ടോറസ്, ട്രയാങ്കുലർ പ്രിസം, ക്യൂബ്, ബക്കീബോൾ, പിന്നെയോ ഹെക്സഗണൽ പിരമിഡ്, കുബോയിഡ്, സിലിണ്ടർ, നമ്മുടെ റിംഗില്ലേ റിംഗ്, സ്ഫിയർ, ഹെക്സഗണൽ പ്രിസം, ഒക്ടാഹെഡ്രൻ, കോൺ, ഇനി സ്ക്വയർ, പിരമിഡ്.
ഇങ്ങനെ ഒരുപാട് ഷേപ്പുകൾ നമുക്ക് റെഗുലർ ലൈഫിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ മാത്സിന്റെ ലാബ് ചില സ്കൂളുകളിലൊക്കെ ഉണ്ട്, അവിടെ ഇങ്ങനത്തെ രൂപങ്ങളൊക്കെ ഇരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും പിടികിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്യണം. ഞാൻ ചോദിക്കാൻ പോവുകയാണ്, ഇത് ഏത് ഷേപ്പാണ് എന്നാണ് നിങ്ങളുടെ ചോദിക്കുന്നത്. ഇത് ഏത് ഷേപ്പാണ്? എല്ലാരും കമന്റ് ചെയ്യണം. എല്ലാവർക്കും മനസ്സിലായോ? ഇങ്ങനെ വരയ്ക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കറക്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഇത് സർക്കിളാണോ ഇത് സ്പിയറിനെ ചെറുതാക്കി വരച്ചേക്കുവാണോ അങ്ങനെ ഡൗട്ട് ഫീൽ ചെയ്യും. ഇതൊരു 2D ഇമേജ് ആയതുകൊണ്ട് നമുക്ക് സർക്കിൾ എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഇത് ട്രയാങ്കിൾ ആണ്. ഇനി ഞാൻ എന്താണ്ട് ഇങ്ങനൊരു ഷേപ്പ് വരച്ചാൽ എന്ത് പറയും? 1 2 3 4 5 6. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഇതെന്താണ് എന്ന് പറയും? ഹെക്സഗൺ ആണ് എന്ന് പറയും. പറയുമോ? ഹെക്സഗൺ ആണ് എന്ന് പറയുമോ? ഹൈ തിജുമോൾ, ഹൈ തിജുമോൾ. നമ്മൾ ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതേ ഉള്ളൂ. ഷേപ്പുകളൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകേണ്ടത്. ക്ലിയർ ആണ്? അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായി. ഇനി നമുക്ക് മറ്റൊരു കാര്യം അറിയേണ്ടത്, ഇതൊരു ക്ലോസ്ഡ് ഷേപ്പ് ആണോ? ഞാൻ ഈ വരച്ചത് ഒരു ക്ലോസ്ഡ് ഷേപ്പ് ആണോ ഓപ്പൺ ഷേപ്പ് ആണോ? ഇത് ക്ലോസ്ഡ് ആണോ ഓപ്പൺ ഷേപ്പ് ആണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? Is it closed or is it open? ഹെക്സഗൺ ആണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, അപ്പൊ അതെന്താണ്? അതൊരു ക്ലോസ്ഡ് ഷേപ്പ് ആണ് എന്ന് മനസ്സിലായോ? ക്ലോസ്ഡ് ഷേപ്പ് ആണെന്ന് പിടികിട്ടിയില്ലേ? എന്നാൽ ഇങ്ങനെ വരച്ചാലോ ഇതൊരു ഓപ്പൺ ആണ്, ഇങ്ങനെ വരച്ചാലോ ഓപ്പൺ ആണ്, ഇങ്ങനെ വരച്ചാലോ ഓപ്പൺ ആണ്, ഇങ്ങനെ വരച്ചാലും ഓപ്പൺ ആണ്. എന്നാൽ ഇതിനെന്താണ്ട് ഇങ്ങനെ ക്ലോസ് ആക്കാം അല്ലെ? ക്ലോസ് ആക്കിക്കൂടെ? എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്ലോസ് ആക്കാം. അപ്പൊ ക്ലോസ് ഷേപ്പ് മനസ്സിലായി, സിമെട്രിക്കൽ മനസ്സിലായി, അസിമെട്രിക്കൽ മനസ്സിലായി. പിന്നെ എന്ത് പിടികിട്ടി? നമുക്ക് ക്ലോസ്ഡ് ഓപ്പൺ പിടികിട്ടി. യൂണിഫോം ഷേപ്പ് ഓർഗാനിക് ഷേപ്പ് മനസ്സിലായി, ഫ്രീ ഫോം ഷേപ്പ് മനസ്സിലായി. നമ്മളുടെ മെയിൻ ടോപ്പിക് ആയ 2Dയും 3Dയും പിടികിട്ടി. ക്ലിയർ അല്ലേ? എല്ലാരും ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ആണ്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. എല്ലാരും ഫാസ്റ്റ് ആയിട്ട് ഉത്തരം പറയണം കേട്ടോ. എല്ലാരും ഉത്തരം പറയത്തില്ലേ? ഉത്തരം പറയൂ എല്ലാരും. നമ്മുടെ ആദ്യ ചോദ്യം നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം? ക്വസ്റ്റ്യൻ ഫിഗർ ഉണ്ട്, ഓപ്ഷൻ ഫിഗർ ഉണ്ട്. 1 2 3 4 എന്ന് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. നിങ്ങളുടെ ആൻസർ എന്താണ് എന്നൊന്ന് നോക്കിയിട്ട് കമന്റ് ചെയ്താൽ മതി. ഓക്കെ ആണ്? ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ്ട് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അനിക പറഞ്ഞു, ജോബി പറഞ്ഞു, കവിത, ജിൻസി, കൃഷ്ണേന്ദു, അഞ്ജു. അപ്പൊ എല്ലാരും ആൻസർ കമന്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നോക്കാം. എല്ലാരും പറയുന്നത് സെക്കൻഡ് ആണെന്നാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇവിടെ ദാണ്ട് ഒരു ഓപ്പൺ ഫിഗർ ആണ് അല്ലെ? നമുക്ക് ദാണ്ട് ഇതൊരു ക്ലോസ് ചെയ്തേക്കുവാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ കുറച്ച് സാധനങ്ങൾ കാണാം. ഇത് അങ്ങോട്ട് ചേർത്ത് വെക്കാമെങ്കിൽ കുറച്ചും കൂടി ഇത് എന്തായി മാറും? ഒരു ക്ലോസ്ഡ് ഫിഗർ ആയി നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ആ ഒരു പിക്ചർ ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം 4 ഓപ്ഷൻസ് ഒന്ന് നോക്കണം. ഈ ഷേപ്പ് എന്താണ്? ഈ ഷേപ്പിന്റെ പേരൊന്നും നമുക്ക് അറിയത്തില്ല. എന്തോ ഒരു ഷേപ്പ്, ഒരു ഇറഗുലർ ഷേപ്പ്. അപ്പൊ ദാ ഇങ്ങനുണ്ട് അല്ലെ? ഇങ്ങനുണ്ട്, പിന്നെ ദാ ഇങ്ങനുണ്ട്, എന്നിട്ട് ഇങ്ങനെ ഒരു സാധനവും വേണം. ഇത്രയും ഉണ്ടെങ്കിലേ ഇതിനകത്തോട്ട് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അങ്ങോട്ട് ചേർത്തങ്ങ് വെക്കാൻ പറ്റും. അപ്പൊ പിന്നെ ഈ ഷേപ്പ് എന്തെങ്കിലും ബന്ധമുണ്ടോ? യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ ഇരിക്കാം. ഒരു സെമി സ്ഫിയർ പോലെ അല്ലെങ്കിൽ സെമി സർക്കിൾ പോലെയൊക്കെയുള്ള ഒരു ഫിഗർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇത് ഒരിക്കലും നമ്മളുടെ ഉത്തരമല്ല എന്ന് മനസ്സിലായി. ഇത് ഉത്തരമാണോ? അല്ല. അപ്പൊ 2 എണ്ണത്തിനെ നമ്മള് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അത് രണ്ടും എന്തായാലും എന്റെ ഉത്തരമല്ല. അപ്പൊ ഞാൻ അങ്ങ് എലിമിനേറ്റ് ചെയ്യും. ഇനി ഇത് രണ്ടും സെയിം ഷേപ്പ് ആണ്. എനിക്ക് ഇങ്ങനെ 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 സെയിം ആണല്ലോ. രണ്ടും സെയിം ആണ്. എന്തായാലും നമുക്ക് ഒറ്റ ഉത്തരവല്ലേ ഉള്ളൂ. ഇതാണെങ്കിൽ ഒരു ബിഗ് സൈസ്, ഇതാണെങ്കിൽ വെരി സ്മോൾ സൈസ്.
ഈ സ്മോളിനെ കൊണ്ടുപോയി ഇവിടെ ഇങ്ങനെ വെച്ചാൽ ഇത് ഫിറ്റ് ആകുമോ? ഇല്ല. അപ്പൊ ഈ ഒരു ഏകദേശം അതിന്റെ അതേ വലിപ്പം അതേ സൈസ് വരുന്നത് സെക്കൻഡ് അല്ലേ? അപ്പൊ പിന്നെ നമ്മളുടെ ആൻസർ എന്തായിരിക്കും? സെക്കൻഡ് ആയിരിക്കും. നമ്മളുടെ ആൻസർ എന്തായിരിക്കും? സെക്കൻഡ് ആയിരിക്കും. എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാവർക്കും ആൻസർ മനസ്സിലായി. സെക്കൻഡ് ആണ്. നമ്മൾ ആദ്യം ഫസ്റ്റും ഫോറും എലിമിനേറ്റ് ചെയ്തു. സെക്കൻഡും തേർഡും വെച്ചിട്ട് നമ്മളൊന്ന് നോക്കി, ഇത് രണ്ടും ഒരേ ഷേപ്പ് ആണല്ലോ, അപ്പൊ ഏത് ഷേപ്പ് ആയിരിക്കും കറക്റ്റ് എന്ന് നമ്മൾ ഒന്ന് നോക്കി. അപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ വരാൻ പോകുന്നത് സെക്കൻഡ് ആണ്. കാര്യം സൈസും കൂടെ നമ്മൾ നോക്കി, നമ്മൾ കമ്പയർ ചെയ്തത് സൈസും കൂടി കമ്പയർ ചെയ്തു. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? ഈ ഒരു ആൻസർ മനസ്സിലാകാത്ത ഒരാളെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും പിടികിട്ടിയെങ്കിൽ മാത്രമേ ഹായ് കൺഗ്രാറ്റ്സ് അലൻ, അലന്റെ ആൻസർ ശരിയായി. ഒരുപാട് പേരുടെ ആൻസർ ശരിയായി അല്ലെ? എല്ലാവർക്കും പിടികിട്ടിയില്ലേ? നമുക്ക് 8 മണി വരെയാണ് ക്ലാസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. എല്ലാവരും കമന്റ് ചെയ്യൂ ആൻസർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഫിഗർ ഉണ്ട്, ആൻസർ ഫിഗർ ഉണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എ ബി സി ഡി നിങ്ങളുടെ ഓപ്ഷൻ എന്താണ് എന്ന് കമന്റ് ചെയ്യാം. 4 ഓപ്ഷൻസ് ഉണ്ട്. എല്ലാരും നോക്കുക, നിങ്ങളുടെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് എന്താണ് വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയുക. ഓക്കെ, ഹായ് കൃഷ്ണേന്ദു, കൺഗ്രാറ്റ്സ്. കൃഷ്ണേന്ദുവിന്റെ ആൻസർ കറക്റ്റ് ആയല്ലേ? ജിൻസി ക്ലിയർ ആയി. ഹായ് റയാൻ ലിജു, കൺഗ്രാറ്റ്സ്. റയാന്റെ ആൻസർ ശരിയായി. ഞാൻ നോക്കിയായിരുന്നു റയാന്റെ ആൻസർ. ഹായ് സന്ദീപ്, സന്ദീപ് ആൻസർ പറഞ്ഞു ബി ആണ്. ബി 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 എല്ലാരും ബി ആണ് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വീണ്ടും നമുക്കൊരു സെക്കൻഡ് ആണ് ഓപ്ഷൻ ആണ് ശരിയായിട്ടിരിക്കുന്നത് അല്ലെ? ഓക്കെ ഓക്കെ, എല്ലാരും പറയുന്നു സെക്കൻഡ് ആണ് എന്ന്. നമുക്ക് നോക്കാം. ലീല പറയുന്ന ഓപ്ഷൻ ബി, ദിവ്യ പറയുന്ന ഓപ്ഷൻ ബി, ആദ്രിജ പറയുന്നു. ഇനി ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും സമയം കിട്ടിയില്ലേ ചെയ്യാനാ? എല്ലാവർക്കും സമയം കിട്ടിയോ? ഓക്കെ ഓക്കെ, അപ്പോ നമ്മള് ആൻസറിലേക്ക് പോകുന്നു. സുവീർ പറഞ്ഞു ബി ആണ്. അപ്പൊ എല്ലാവർക്കും സമയം കിട്ടിയില്ലേ? ഇനി ഞാൻ ആൻസർ പറയട്ടെ. എല്ലാവർക്കും കിട്ടിയോ? സമയം കിട്ടിയല്ലോ. നമുക്ക് സമയം കിട്ടണം എല്ലാവർക്കും. ആദ്യം മാത്സ് ആകുമ്പോൾ ചിലർ പെട്ടെന്ന് ചെയ്യും, ചിലർ കുറച്ചൊന്ന് സമയം എടുക്കും. നമുക്ക് എല്ലാവരും ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആൻസർ പറയും. ഓക്കെ, അപ്പൊ ഞാൻ ആൻസറിലേക്ക് പോവുകയാണ്. നോക്കിക്കോ, ഇവിടുത്തെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെയാണ് അല്ലെ? നിങ്ങൾ ഫ്യൂച്ചറിൽ വലിയ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ഇതൊരു റെസിസ്റ്റർ ആണെന്നൊക്കെ പഠിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് ഷേപ്പിന്റെ പേരൊന്നും വേണ്ട, നമ്മൾ ചുമ്മാ ഒരു ഷേപ്പ്, ഏതോ ഒരു ഷേപ്പ്. അപ്പൊ ഈ ഒരു സംഭവം ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ. നമ്മളപ്പോ ഇനി എന്ത് ചെയ്യണം? ഇതിനകത്തോട്ട് കയറാൻ പോവുകയാണ്, ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വരയ്ക്കണം. എന്നിട്ട് ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ ആക്കാമെങ്കിൽ ഇതിന് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ എന്തായാലും ഇങ്ങനൊരു ഷേപ്പാണോ? അല്ല. ഇങ്ങനൊരു ഷേപ്പാണോ? അല്ല. ഇനി നമുക്ക് ഈ രണ്ട് ഫിഗർ ഏകദേശം ഒരേപോലത്തെ ഫിഗറാണ്. നമുക്ക് ഇതിനെ തിരിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? അത് മാത്രമല്ല ഇതൊരു ബിഗ് സൈസ് അല്ലേ? നമുക്ക് നമ്മളുടെ സൈസുമായി കറക്റ്റ് ആകുന്നത്, മാച്ച് ആകുന്നത് ഇതല്ലേ? ഓപ്ഷൻ ബി അല്ലേ? പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. കറക്റ്റ് ആണ്, നമ്മൾ ആ വരയ്ക്കുന്നത് പോലെ തന്നെ വരുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ നമുക്കിത് കറക്റ്റ് ഷേപ്പ് മനസ്സിലാകുന്നില്ല എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഏത് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ആലോചിക്കണം. ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇതിനില്ല, നമ്മളങ്ങ് എലിമിനേറ്റ് ചെയ്തു. ഈ രണ്ടെണ്ണം എന്തായാലും അല്ല. ഇനി നമുക്ക് ഇത് രണ്ടെണ്ണമാണ്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ വരച്ചു നോക്കുക. ഇങ്ങനെയല്ലേ ഇത് ചെയ്യേണ്ടത്? അപ്പൊ ഇത് ഇങ്ങനെയല്ലേ വരുന്നത്? അപ്പൊ ഇതാണ് എന്റെ ആൻസർ. ഇതുമായി മാച്ച് ചെയ്യുന്നത് ഏതാണ്? ഇത് തിരിഞ്ഞിരിക്കുകയാണ്, ബിഗ് ആണ് സൈസ്. അപ്പൊ ഇതല്ല. അപ്പൊ എന്റെ ആൻസർ ഇതാണ്. ഇങ്ങനല്ലേ ആൻസർ എടുത്തത്? എല്ലാവർക്കും പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടി. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാം വീണ്ടും പറഞ്ഞു തരും. ഓക്കെ ആണ്? ഓക്കെ, കൃഷ്ണേന്ദു ആൻസർ ശരിയായി. ഹനയുടെ ആൻസർ ശരിയായി. എല്ലാവർക്കും പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടിയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ലൈക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, എല്ലാവർക്കും പിടികിട്ടിയോ? ഓക്കെ ആണ്?
അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക്, നമ്മുടെ അടുത്തൊരു ചോദ്യം വെയിറ്റിംഗ് ആണ്. ക്വസ്റ്റ്യൻ കാണിക്കട്ടെ. ഡൗട്ടുള്ള ആരും ഇല്ലല്ലോ? ഡൗട്ടുള്ള ആരും ഇല്ല. അപ്പൊ ഇതാണ് നമ്മളുടെ അടുത്ത ഓപ്ഷൻ. രണ്ട് ഓപ്ഷൻസ് വന്നു. ഹായ് റീന, അലൻ ബിൻസൺ, ആൻസർ ശരിയാണ്. ഓക്കെ, കൺഗ്രാറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു. പെട്ടെന്ന് കമന്റ് ചെയ്യണേ. എല്ലാരും ഇങ്ങനെ ഒന്ന് നോക്കുക. കുറച്ചും കൂടി ഒരു ബിഗ് ഇമേജ് പോലെ നമുക്ക് തോന്നും അല്ലെ? ചെയ്തു വരുമ്പോ ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻസ് ഇരിപ്പുണ്ട്. സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി, സ്മോൾ ഡി. നിങ്ങൾക്ക് എ ബി സി ഡി എങ്ങനെയുള്ള ടൈപ്പ് ചെയ്താൽ മതി നിങ്ങളുടെ ആൻസർ എന്താണെന്ന്. ആദ്യം നമ്മുടെ ക്വസ്റ്റ്യനെ ഒന്ന് അനലൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഓപ്ഷനെ കമ്പയർ ചെയ്ത് നോക്കും. എന്താണ് നമ്മുടെ ആൻസർ, എന്തായിരിക്കും ചാൻസ്, നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. രണ്ട് ആൻസർ വന്നു കഴിഞ്ഞു. റയാൻ ബി പറഞ്ഞു. ശ്രുതി വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു. ബി. ബിജു പറഞ്ഞു. കവിത. ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞു. എലിസബത്ത്, ദിവ്യ, ജിൻസി, വിനോദ്, നിത്യ, മെർലിൻ, ഹായ് ആദിദേവ്. അപ്പൊ എല്ലാരും ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ലെറ്റ്സ് ചെക്ക്. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇതെല്ലാം ഒരേപോലത്തെ ഫിഗർ അല്ലേ? സെയിം ഫിഗർ ആണ്, റിപ്പീറ്റ് ചെയ്തേക്കാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ? ആദ്യം ഒരു വലിയ റെക്ടാംഗിൾ ആണ് നമ്മൾ കാണുന്നത്. അതിനുള്ളിൽ നമുക്കൊരു ചെറിയ റെക്ടാംഗിൾ കാണാൻ സാധിക്കും. ചരിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഈ റെക്ടാംഗിൾ തമ്മിൽ ഇങ്ങനൊരു കണക്ഷനും കാണാം. ഈ കോണുകൾ തമ്മിൽ ഒരു കണക്ഷൻ, ഉള്ളിലൊരു ഡോട്ടും കാണാം. ഇത്ര നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ഫിഗറിലും കോമൺ ആണ്. അപ്പൊ ഇങ്ങനെ തന്നെ വരുന്ന ഏത് ഇമേജ് ഉണ്ട്? ഇതിങ്ങനെയാണോ? ഇത് കണ്ടോ? എല്ലാം കൂടെ ഇങ്ങനെ തന്നെ ഒരു വലിയ റെക്ടാംഗിളും ഉള്ളിൽ ഒരു ചെറിയ റെക്ടാംഗിൾ വരച്ചിട്ട് എല്ലാം ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ് അല്ലെ? ഇങ്ങനെ അങ്ങ് വരച്ചു വിടുകയാണ്. ഇതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഇവിടെ ഇങ്ങനെ കോണുകളാണ് യോജിപ്പിക്കുന്നത്. അപ്പൊ ഇത് തെറ്റല്ലേ? ഇതല്ല നമ്മുടെ ആൻസർ. ഇനി നമ്മൾ നോക്കുമ്പോ ഇത് ആണോ? ഇങ്ങനെ ഒരു ചെറിയ റെക്ടാംഗിൾ വരച്ചു, വലിയ റെക്ടാംഗിൾ വരച്ചു, എന്നിട്ട് ഇവർ സെന്റർ ചെയ്യുന്നത് ഇങ്ങനെ വരയ്ക്കുന്നു. അതാണോ ഉദ്ദേശിച്ചത്? അല്ല. അപ്പൊ ഇത് എന്തായാലും അല്ല. ഇനി ഈ ഫിഗറിലേക്ക് വന്നപ്പോൾ എല്ലാം വരച്ചു, പക്ഷെ ഇങ്ങനെയുള്ള ഈ യോജിക്കലില്ല. അപ്പൊ ഇതുമല്ല. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു, ബി ആണ്. പിന്നെ നമ്മൾ നോക്കണം, ഇതാണ്ട് ഇങ്ങനൊരു പോയിന്റ് കണ്ടോ? ഈ ഒരു സംഭവം കൂടെ വേണം, അതും കൂടെ ഉണ്ടോ എന്ന് നോക്കണം. അതാണ്ട് ആദ്യം ഇത് ഇവിടെയാണ് വെച്ചത്, ഇപ്പുറത്ത് വന്നപ്പോ അത് ഇങ്ങോട്ടായി, ഇവിടെ വന്നു എങ്കിൽ ഇവിടെ അല്ലേ വരുന്നത്? അതേ പ്ലേസിൽ അതുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ബി ആണ്. മനസ്സിലാകുന്നുണ്ടോ? എല്ലാവർക്കും പിടി കിട്ടുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ആൻസറിൽ എത്തുന്നത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ആൻസർ ബി ആണ് എന്ന് പറഞ്ഞത്. ഹായ് രാഹുൽ. ഓക്കെ, കിട്ടുന്നുണ്ടോ? കൺഗ്രാറ്റ്സ് കൃഷ്ണേന്ദു. അപ്പൊ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്? കിട്ടിയോ? എല്ലാവർക്കും പിടി കിട്ടിയോ? അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് കിട്ടിയത്? ഓപ്ഷൻ ബി ആണ് കിട്ടിയത്. എല്ലാവർക്കും കിട്ടിയോ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവരും ഈഗർലി വെയിറ്റിംഗ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കാൻ എനിക്ക് മനസ്സിലായി. ദാണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. താണ്ടെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു. എ ബി സി ഡി. നമുക്ക് നോക്കാം ഇന്ന് ആദ്യം ആരാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ആൻസർ പറയാൻ പോകുന്ന ആരാണ് നമുക്ക് നോക്കാം. റയാൻ, കൺഗ്രാറ്റ്സ്. കറക്റ്റ് ആയില്ലേ? റയാന്റെ ഇതുവരെയുള്ള എല്ലാ ആൻസേഴ്സും കറക്റ്റ് ആയിട്ടുണ്ട്. ഹായ് ആദിദേവ്. ഹായ് അന്ന. അന്നയുടെ ആൻസർ കറക്റ്റ് ആയോ? അതുൽ ചെയ്യുമല്ലേ? അതുൽ സാൽവിയ ചെയ്തു കഴിഞ്ഞോ? നമ്മുടെ ക്ലാസ് വരുന്നത് 9 മണി വരെയാണ്. 1 hour സെക്ഷൻ ആണ്. ഓക്കെ,
രശ്മിക ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ ആരാണ് ആദ്യം പറഞ്ഞത്? ഏറ്റവും ഫസ്റ്റ് ആൻസർ പറഞ്ഞത് ആരാണ്? വീണ്ടും നമ്മുടെ ആൻസർ ബി ആണല്ലേ. ഇവയാണ് പറഞ്ഞത്. ഇവയാണ് ആദ്യം മെസ്സേജ് ഇട്ടത്. മകേഷ് പറഞ്ഞു, അനിഖ പറഞ്ഞു. അപ്പൊ അതാണ് നമുക്ക് ഫുള്ള് ബി ആണ്. നമ്മുടെ കമന്റ് ബോക്സ് ഫുള്ള് ബി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എല്ലാരും പറയുകയാണ് ബി ആണ്. ആരുണ്ട പറഞ്ഞു, നക്ഷത്ര പറഞ്ഞു, അഭിനവ് പറയുന്നു, സമ്പത്ത് പറഞ്ഞു. അപ്പൊ എല്ലാരും പറയുകയാണ് ബി ആണ് ആൻസർ. അപ്പൊ എല്ലാരും ബി എന്ന് പറഞ്ഞ കട്ടയ്ക്ക് നിൽക്കുകയാണ്. പിന്നെ ഞാൻ എന്ത് പറയാൻ? ഇതുവരെ നമ്മുടെ ആൻസേഴ്സ് എല്ലാം ബി ആണല്ലോ. അപ്പൊ നമ്മൾ നോക്കി, ഫിഗർ നോക്കി. നമുക്ക് നോക്കുമ്പോ തന്നെ ഇതൊരു ട്രയാങ്കിൾ ആണ് അല്ലെ. ഇതൊരു ട്രയാങ്കിൾ ആണ് എന്ന് മനസ്സിലായി. ഇതാണ്ട് ഇങ്ങനൊരു വര ഇങ്ങോട്ടും, അടുത്ത ഒരു കുഞ്ഞൻ ട്രയാങ്കിൾ ഇപ്പുറത്തും. രണ്ട് ട്രയാങ്കിളിനെ ചേർത്ത് വെച്ചിട്ട് ഒരു സർക്കിൾ വരച്ച് വെച്ചേക്കാം. അപ്പൊ എന്റെ ഫിഗർ ഇവിടെ വരുന്നത് എന്താണ്? ഈ ഒരു പോർഷൻ ആണ് തന്നേക്കുന്നത്. ഒരു സെക്ടർ, സർക്കിളിന്റെ ഒരു ഭാഗം വെട്ടിയെടുത്തു. നിങ്ങൾ കേക്ക് മുറിക്കത്തില്ലേ? ബർത്ത്ഡേ കേക്ക് മുറിക്കുമ്പോ ഇങ്ങനല്ലേ നമ്മൾ കേക്ക് ഓരോരുത്തർക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത്? അങ്ങനെ ഒരു ഭാഗമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് സെക്ടർ എന്നൊക്കെ പറയാം. അപ്പോ ദാണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ വരുമ്പോ കണ്ടോ, ഈ ഒരു കോണിലാണ് ഈ സാധനം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ കണ്ടോ, ഇവിടെയാണ് വരേണ്ടത്. ഈ ഒരു കോണിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഫിഗർ ഇത് കണ്ട് ഇപ്പുറത്തോട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണോ? ഇത് ഇപ്പുറത്തോട്ടാണ്, ചെറുതായിട്ടാണ്. ഇത് വേറെ എങ്ങോട്ട് പോയിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ്. ഇതൊരു ട്രയാങ്കിള് ഫില്ലാകണമെങ്കിൽ ഈ സൈഡിലോട്ട് തന്നെ വരകൾ വരണം. അതും രണ്ട് വരകൾ വരണം. അപ്പോ നമ്മളുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇതുണ്ടോ, ഇത്രയും ഡിസ്റ്റൻസ് പാടുണ്ടോ? ഈ വരകള് കുറച്ച് അടുപ്പിച്ചാണ് ഇരിക്കുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് ഒന്നും പാടില്ല. നല്ല അടുപ്പിച്ചുള്ള വര ഇത് മാത്രമാണ്. കൂടുതൽ അടുപ്പിച്ചിരിക്കുന്ന വരകൾ ഇത് മാത്രമാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പൊ ബി ആൻസർ പറഞ്ഞ എല്ലാവർക്കും ശരിയാണ്. കൺഗ്രാറ്റ്സ്, നിങ്ങളുടെ അടുത്ത ആൻസറും ശരിയായിരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇനി നമുക്ക് ആൻസറിന് 4 ഓപ്ഷൻസും ഉണ്ട്. നിങ്ങളുടെ ആൻസർ എന്താണ്? ഏതെങ്കിലും ആൻസറിൽ ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ആൻസറിൽ ഡൗട്ട് ഉണ്ടോ? അടുത്ത ചോദ്യത്തിന്റെ ആൻസർ വന്നു കഴിഞ്ഞു. ഹന്ന ബി പറഞ്ഞു. സുനിത ബി അഭിനന്ദ് ബി പറഞ്ഞു. ജുവൽ മരിയ ബി പറഞ്ഞു. ആദിദേവ്, ദിവ്യ, ഇവ ഇന്ന് ലേറ്റ് ആയി പോയി. ഓക്കെ. ബിൻസി, റിയാൻ, സന്ദീപ്, അഭിനവ്. ഒരാള് മാത്രമേ എ പറഞ്ഞല്ലോ. ജോബി, ഒരാള് മാത്രമാണ് എ പറഞ്ഞത്. നമുക്ക് നോക്കാം എന്താണ് നമ്മളുടെ ആൻസർ. നമുക്ക് നോക്കാം. നോക്കിയേ, ഇവിടെ നമുക്ക് നമ്മുടെ ഒരു ഇതള് പോലെയോ പൂവിന്റെ ഇതള് പോലെയോ ഒരു ഇല പോലെയോ ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലെ. ഇനി ഒരു ഭാഗം ഇങ്ങനെ കളർ ചെയ്തേക്കോ, ഒരു ഭാഗം എന്ത് ചെയ്തേക്കാണ്? കളർ അടിച്ചേക്കോ. ഇത് ഇങ്ങോട്ടാണ്, ഇത് ഇങ്ങോട്ടാണ്. എങ്കിൽ ഇത് എങ്ങോട്ട് വരയ്ക്കണം? ഇങ്ങനെ വരയ്ക്കണ്ടേ? ഇത് വരയ്ക്കുമ്പോ എങ്ങനെയാണ് വരാൻ പോകുന്നത്? നോക്കിയേ, നമ്മളിങ്ങനെ നോക്കണം. ഇവിടുന്ന് തുടങ്ങി ഈ എൻഡിൽ വന്ന് നിന്നിട്ടുണ്ട്. എല്ലാം കണ്ട് ഈ എൻഡിലാണ് വന്ന് നിർത്തിയേക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വരച്ചു, ഇവിടെയും ഇങ്ങനെ വരച്ചു. ഒരു സിമട്രി പോലെ നടുക്ക് ഇങ്ങനെ വിഭജിച്ചു. ഇവിടെ കളർ കൊടുത്തു, ഇവിടെ കളർ കൊടുത്തു. എങ്കിൽ ഇവിടെ കളർ കൊടുക്കും. സ്റ്റാർട്ടിങ്ങിലല്ലേ കളർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? തുടക്കം ഇതാണ്. എങ്കിൽ ഇവിടെ തന്നെ നമുക്ക് കളർ കൊടുക്കാം. ഇവിടെയോ? ഇവിടെ സ്റ്റാർട്ടിങ്, ഇവിടെയാണ് കളർ കൊടുത്തത്. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കി ഇപ്പൊ ഫിഗർ 2 എണ്ണം ഉണ്ട്. കണ്ട, ഈ ഫിഗറുമായി മാച്ച് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെയല്ലേ ഫിഗർ വരേണ്ടത്. അപ്പൊ ഇത് തിരിച്ചല്ലേ വരച്ചേക്കുന്നത്? ഇങ്ങോട്ട് ഇതിനെയാണ് ഇവിടെ വരച്ചു വെച്ചേക്കുന്നത്. ഇതല്ല നമുക്ക് വേണ്ടത്. ഇത് രണ്ടും നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇനി നമുക്ക് ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇത് രണ്ടും ശരിയാണ്. പക്ഷെ ഈ സൈഡാണോ കളർ ചെയ്യേണ്ടത്? നമ്മൾ ഈ സൈഡാണോ ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യേണ്ടത്? ഈ തുടക്ക സൈഡല്ലേ. അപ്പൊ ആൻസർ ബി. ആൻസർ മനസ്സിലായോ? ചിലരൊക്കെ എ കമന്റ് ചെയ്തു. ഇപ്പൊ പിടികിട്ടി കാണും എന്താണ് കറക്റ്റ് ആൻസർ. എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ? പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടിയോ?
എന്താണ് നിങ്ങളുടെ ആൻസർ? എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് നോക്കാം ആരായിരിക്കും ഏറ്റവും ആദ്യം കമന്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ആൻസർ മനസ്സിലായില്ലേ? ക്ലിയർ ആണോ? അപ്പോ നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? നമ്മൾ ആദ്യം നമ്മളുടെ പല ഷേപ്പുകളാണ് കണ്ടത്. നമുക്ക് സ്ഫിയർ ഷേപ്പും കോൺ ഷേപ്പും ക്യൂബും പിരമിഡും സിലിണ്ടറും ഒക്കെ കാണാൻ പറ്റും. 2D ഷേപ്സ് ഉണ്ട്. 2D ഷേപ്സ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർക്കിളും സെമി സർക്കിൾ, ഓവൽ, ട്രയാങ്കിൾ, സ്ക്വയർ, റെക്ടാങ്കിൾ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ റെഗുലർ ഷേപ്പ് ഉണ്ട്, യൂണിഫോം ഷേപ്പ്. അത് നമ്മുടെ ട്രയാങ്കിളും സ്ഫിയറും ഒക്കെ റെഗുലർ ഷേപ്സ് ആണ്. ഇനി നമുക്ക് ഇറഗുലർ ഷേപ്സ് ഉണ്ട്. അത് അസിമെട്രിക് ആയിട്ടുള്ള ഇറഗുലർ ഷേപ്പുകളും ഉണ്ട്. ഓർഗാനിക് ഷേപ്സ് അല്ലെങ്കിൽ ഫ്രീ ഫോം ഷേപ്സ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ട്രീ ഒക്കെ ഒരു ഫ്രീ ഫോം ഷേപ്സ് ആണ്. ക്ലിയർ അല്ലേ? നമ്മളുടെ ബുക്ക് ഒരു കുബോയിഡ് ആണെന്ന് പറയാം. ഗ്ലാസ് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആണെന്ന് പറയാം. ട്രാഫിക് കോൺസ് അല്ലെ കോണിക്കൽ ഷേപ്പ് ആണ്. അപ്പൊ 2D കണ്ടു, 3D കണ്ടു, പിന്നെ നമ്മൾ കുറെ 3Dsനെ വീണ്ടും ഫിഗറിലൂടെ കണ്ടു. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. ആദ്യ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ബി ആണെന്ന് കിട്ടിയില്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ അത് നമുക്ക് മനസ്സിലായി. തേർഡ് ക്വസ്റ്റ്യനും നമുക്ക് പിടികിട്ടി. ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, അത് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ നമ്മളുടെ ഫിഫ്ത്ത് ചോദ്യത്തിലെത്തി, അത് എല്ലാവർക്കും പിടികിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സിക്സ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ആരായിരിക്കും ആദ്യം ചെയ്യാൻ പോകുന്നത് നോക്കാം. നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ വരാൻ പോവുകയാണ്. ഈ കാണുന്നതാണ് നമ്മളുടെ സിക്സ് ക്വസ്റ്റ്യൻ. നമ്മളുടെ ആറാമത്തെ ചോദ്യം വന്നു കഴിഞ്ഞു. ഹായ് റേൻ, കൺഗ്രാറ്റ്സ്. റേന്റെ ആൻസർ ശരിയായി. റെഡിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹായ് അഭിനന്ദ്. എല്ലാരും പെട്ടെന്ന് ഷേപ്പ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കവിത, നക്ഷത്രത്തിന്റെ ആൻസർ ആദ്യം തന്നെ കമന്റ് ചെയ്തിരിക്കുന്നു 4. അപ്പൊ ഇന്ന് ഏറ്റവും ആദ്യം കമന്റ് ചെയ്തത് തന്റെ നക്ഷത്രയാണ് 4 എന്ന ഓപ്ഷൻ. അതിനുശേഷം തന്റെ മെസ്സേജസിന്റെ ബഹളാണ്. എല്ലാരും 4 ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അഭിനവ്, ജ്വൽമരിയ 4 ഇട്ടു. സന്ദീപ് 4 പറഞ്ഞു. അഭിരാമി, ആരോൺ, ആൻഡ്രിയ, ഓക്കെ. ഹായ് അലൻ. അപ്പൊ ഒരു തവണ ഇവയാണ് ആദ്യം പറഞ്ഞത്. ഇപ്പൊ ഇവയെ കാണുന്നില്ലല്ലോ, ഇവ പറഞ്ഞ ഇടയില്ല. റിയാൻ, ഓക്കെ. ഹായ് അലൻ. അലൻ ആൻസർ പറഞ്ഞു. അദ്രിജ് ആൻസർ പറഞ്ഞു. ഇപ്പൊ എല്ലാവർക്കും കിട്ടിയില്ലേ? ഹായ് ഗെയ്സ്ലിൻ. ഗെയ്സ്ലിൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഹായ് അലൻ ബിൻസൺ. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് പോകാം. എല്ലാരും നല്ല കമന്റ് ചെയ്തു. എല്ലാവർക്കും ഒറ്റ സൗണ്ട് 4 ആൻസർ. 4 പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് നോക്കാം 4 എല്ലാരും പറഞ്ഞത് ശരിയാണോ നോക്കാൻ പോവുകയാണ്. എല്ലാരും റെഡിയല്ലേ ആൻസർ ചെക്ക് ചെയ്യാൻ? കോൺഫിഡന്റ് ആണല്ലോ എല്ലാരും അല്ലെ? അപ്പൊ നമ്മൾ ഇത് നോക്കുമ്പോ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പൊ ഞാനിതാണ്ട് ഇത്രയും മാത്രം എടുത്തു നോക്കി. ഇത്രയും ഒരു ചെറിയ ഒരു റെക്ടാങ്കിൾ ഷേപ്പ്. അതിനകത്ത് ഇങ്ങനൊരു വര ഇങ്ങോട്ട് വന്നേക്കുന്നു. എന്നിട്ടോ ഇത് കൊണ്ടുവന്ന് ഇവിടോട്ടങ്ങ് ഒട്ടിച്ചു അല്ലെ? ഇത്രയേ ഉള്ളൂ. ഈ സാധനം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനൊരു വര ഇങ്ങനെ ഇങ്ങോട്ട് ഒട്ടിച്ചു. ഇത് തന്നെയാണ് നമുക്ക് ഫുള്ള് കാണാൻ പറ്റുന്നത്. ഇവിടെ അത് തന്നെയല്ലേ ഇങ്ങനൊരു വര ഇങ്ങോട്ട്. അപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷേപ്പ് എന്താണ്? നമുക്ക് പേരൊന്നും അറിയത്തില്ല. ഇതൊരു റെഗുലർ ഷേപ്പാന്ന് നമ്മളങ്ങ് പറയും. നമുക്ക് ഒരു ചെറിയ പൊസിഷൻ, ഒരു റെക്ടാങ്കിൾ വരച്ചു, ഇങ്ങനെ ഒന്ന് വരച്ചു, നേരെ വരച്ചു, ഹൊറിസോണ്ടൽ അല്ലെ? എന്നിട്ട് വീണ്ടും ഒരു ഇൻക്ലൈൻഡ് ഒരു ലൈൻ ഇട്ടു. ആദ്യം ഒരു ഇൻക്ലൈൻഡ് ലൈൻ, ഒരു നേരെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, അതിനുശേഷം വീണ്ടും ഒരു ഇൻക്ലൈൻഡ്. അപ്പോ ഇത് ബന്ധമില്ലല്ലോ. ഇടയ്ക്കൊന്ന് ക്രോസ് ചെയ്തേക്കും. ഇത് ബന്ധമില്ല. ഇത് ആണ് ആൻസർ. വളരെ ഫാസ്റ്റായി നമുക്ക് കിട്ടിയില്ലേ? അതുപോലെ നമ്മൾ അങ്ങ് വരച്ചു നോക്കിയാൽ മതി. അപ്പൊ ഒരു ചെറിയ പോർഷൻ എടുത്ത് ഇതെന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി. കാര്യം ഇത് റിപ്പീറ്റ് ചെയ്തേക്കാണ്. സെയിം സാധനം റിപ്പീറ്റ് ചെയ്തേക്കാണ്. നമ്മുടെ അടുത്ത് കണ്ടേ ഇപ്പോ ഇങ്ങനൊരു വരച്ചു.
ഒരു റെക്റ്റാങ്കിൾ. എന്നിട്ട് ഇവിടെ സർക്കിൾ വരച്ചു, ഇവിടെ സർക്കിൾ വരച്ചു, ഇവിടെ സർക്കിൾ വരച്ചിട്ട് ഇതെന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇതെന്താണ്, ഇവിടെ ഒരു സർക്കിളാണ് വരച്ചേക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഇവര് സർക്കിളിന് പകരം വരച്ചു വെച്ചത് ഇങ്ങനെ ആണ് എന്ന് മാത്രം. ക്ലിയർ ആണോ? എല്ലാവർക്കും പിടികിട്ടുന്നുണ്ടോ? ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായോ? ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയോ? നിന്റെ നെറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? എല്ലാവർക്കും സൗണ്ട് ഒക്കെ ഓക്കെയാണ്, കാണാനൊക്കെ പറ്റുന്നുണ്ട്, ഞാൻ പറയുന്നൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ? എല്ലാവർക്കും പിടികിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ എല്ലാവരും വെയിറ്റിംഗ് ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ഫാസ്റ്റ് ആയി ചെയ്യാൻ എല്ലാവരും റെഡി ആണോ? ഓക്കെ, നമുക്ക് നോക്കാം ഈ പ്രാവശ്യം ആരാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. റയാന്റെ ആൻസർ കറക്റ്റ് ആയിരുന്നു അല്ലെ? കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാവരും ആൻസർ ഒരുപോലെ കറക്റ്റ് ആക്കി. അപ്പൊ എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ടേക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ കിട്ടാന്. ഓക്കെ, താണ്ടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരാൻ പോവുകയാണ്. ടിക് ടിക് 1 ടിക് ടിക് 2 താണ്ടെ ക്വസ്റ്റ്യൻ. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. ഏറ്റവും ആദ്യം ആൻസർ പറയാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഓരോരുത്തരും. നമുക്ക് നോക്കാം ഇന്നത്തെ ആൻസർ ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത് ആരാണ് നമുക്ക് നോക്കാം. ആൻസർ വന്നു കഴിഞ്ഞു. സിജിമോൾ. കറക്റ്റ് പേരെന്തായിരുന്നു? നക്ഷത്ര ഡി പറഞ്ഞു. ഒന്ന് രണ്ട് പേര് എ പറയുന്നുണ്ട് അല്ലെ? കുറച്ച് എയും വരുന്നുണ്ട്, കുറച്ച് ഡിയും വരുന്നുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ കൺഫ്യൂഷൻ വന്നതെന്ന് തോന്നുന്നു. ഡിയും എയും ഒക്കെ മാറി തിരിഞ്ഞു പറയുന്നുണ്ട്. നോക്കാം. അപ്പൊ അതാണ് ആൻസർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെ, ഇനി എന്റെ സമയമാണ്. ഞാൻ കറക്റ്റ് എന്തായിരിക്കും ആൻസർ എന്ന് പറയുക. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ഇത് ഫില്ല് ചെയ്യണമെങ്കിൽ ഇതൊരു സർക്കിൾ ആക്കിയാൽ നമുക്ക് ഇത് ഫില്ല് ചെയ്തൂടെ? ഇതാണ്, ഇങ്ങനെ അങ്ങ് ഫില്ല് ചെയ്യാം. ഇതൊരു സർക്കിൾ ആണ്, കാണുമ്പോഴേ മനസ്സിലായി നമ്മൾ ഇതൊരു സർക്കിൾ ആണ്. പിന്നെ ഈ സ്റ്റാർസിനെ ഇടണം. സ്റ്റാർസിനെ ഇടുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യണം? ഈ അറ്റവും ഈ അറ്റവും കൂടെ ജസ്റ്റ് ഒരു വര, ഒരു സിമട്രി പോലെ ഒറ്റ വര, സെന്ററിലോട്ട് ഒരു വര വരച്ചു. ഇങ്ങനെ തന്നെ ഇത് യോജിപ്പിക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു സ്റ്റാറിനെ വരയ്ക്കണം. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ഒരു സ്റ്റാറിനെ വരയ്ക്കണം. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ ഇവിടെ സ്റ്റാർ ആണോ ഈ ഇരിക്കുന്നത്? അല്ല. എങ്കിൽ പിന്നെ ഇത് തെറ്റാണ്. ഇവിടെ ഒരു സ്റ്റാർ അല്ലേ ഉള്ളു. അപ്പൊ ഇതും എന്താണ്? തെറ്റാണ്. ഓക്കെ ആണ്. ഇനി നമ്മൾ നോക്കുമ്പോ ഇവിടെ എന്തോ ഈ ചെയ്തേക്കുന്നത്? ഇങ്ങനെ വരച്ചിട്ട് കളറിംഗ് അല്ലേ? ഇവര് വേറെ എക്സ്ട്രാ ഡിസൈനിങ് ഒക്കെ കൊടുത്തേക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് വരച്ച് ഭയങ്കരമായ ഡിസൈൻ ഒക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചേക്കുവാ. വേണോ? നമുക്ക് ഇവിടെ എന്താണോ അതാ വേണ്ടത്. അപ്പൊ ഇത് തെറ്റല്ലേ? തെറ്റാണ്. അപ്പൊ ഇത് വരച്ചു. ഇനി ഇത് കണ്ടോ? ഇത് ഇങ്ങോട്ട്, ഇത് ഇങ്ങോട്ട്, ഇത് ഇപ്പുറത്തോട്ട് വരച്ചു, താഴോട്ട് വരച്ചു. അപ്പൊ ഇയാളുടെ നേരെ നോക്കി അങ്ങോട്ട് ഒരാളെ വരച്ചു, ഇയാളുടെ നേരെ നോക്കി ഇങ്ങോട്ട് ഒരാളെ വരച്ചു. ഇവർ കണ്ടോ? രണ്ടുപേരും നേരെ നോക്കിയിരിക്കുക. ഇവർ രണ്ട് നേരെ നോക്കിയിരിക്കുക. ഇവർ രണ്ട് നേരെ നോക്കണം, ഇവർ രണ്ട് നേരെ നോക്കണം. ഇവിടെ സത്യം പറഞ്ഞാൽ ആ ഒരു കൺഫ്യൂഷൻ ഇല്ല. ബാക്കിയെല്ലാം എലിമിനേറ്റ് ആയി. ഇവർ നേരെയൊക്കെ നോക്കിയിരിക്കുകയാണ്. കറക്റ്റ് ആയിട്ട് നമ്മുടെ ആൻസർ ഡി ആണ്. അപ്പൊ എല്ലാവർക്കും ഉത്തരം പിടികിട്ടിയോ? എല്ലാവർക്കും ഉത്തരം പിടികിട്ടിയോ? അപ്പൊ ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം പറഞ്ഞത് ആരാണ്? കൺഗ്രാറ്റ്സ്. ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത് നമ്മളുടെ ഈ ഒരു ചോദ്യത്തിന് ആരായിരുന്നു? പേര് കറക്റ്റ് വന്നില്ല. ഓക്കെ, സിജുമോൾ അലക്സ്. പേര് കിട്ടിയില്ല എനിക്ക്. ഹന്നയെ ആൻസർ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. എല്ലാവർക്കും ഇത് മനസ്സിലായോ? ഇത് ഡൗട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹായ് കൃഷ്ണേന്ദു, കൺഗ്രാറ്റ്സ്. ഹായ് അഭിനന്ദ്. കറക്റ്റ് ആണ്. കുറച്ചു പേർക്ക് ഒരു കൺഫ്യൂഷൻ വന്നു. ഓക്കെ, ഏഞ്ചലാണ് ഈ പ്രാവശ്യം ഏറ്റവും ആദ്യ ആൻസർ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇനി ആരായിരിക്കും അടുത്ത ഏറ്റവും ആദ്യ ആൻസർ പറയുന്നത് നമുക്ക് നോക്കാം. ഇതുവരെ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഇതുവരെ എല്ലാവർക്കും ആൻസർ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അഥവാ കിട്ടിയില്ലേലും ഞാൻ പറഞ്ഞപ്പോൾ കൃത്യമായി പിടികിട്ടിയില്ലേ ഇത് തന്നെയാണ് ആൻസർ എന്ന്? ഓക്കെ, നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാ വരികയാണ്. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, കമന്റ് ചെയ്യണേ, പെട്ടെന്ന് കമന്റ് ചെയ്യണേ. റെഡി? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ആർക്കെങ്കിലും
നിങ്ങൾക്ക് അത് പിടികിട്ടിയില്ല എന്ന് അപ്പോഴേ പറയണം. ഞാൻ അതിന് വീണ്ടും പറഞ്ഞുതരും. ഓക്കെ, ആർക്കെങ്കിലും എക്സ്പ്ലനേഷൻ മനസ്സിലാകുന്നില്ലെങ്കിൽ പറയുക, മറക്കരുത്. ആൻസർ വന്നു കഴിഞ്ഞു. ആൻസർ ഏറ്റവും ആദ്യം താണ്ടേ വന്നു കഴിഞ്ഞു. സുനിത, അഭിനന്ദാണ് ആൻസർ പറഞ്ഞത്, ഓപ്ഷൻ ഡി. നക്ഷത്ര സി പറഞ്ഞു, സന്ദീപ് സി പറഞ്ഞു. സിയും ഡിയും തമ്മിൽ കോമ്പറ്റീഷനിലാണ്. ഒരാൾ ബി പറയും, ഒരാൾ ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ആഹാ, എല്ലാ ഓപ്ഷൻസും വന്നുകൊണ്ടിരിക്കുകയാണ്. അലൻ സി പറയുന്നു, കൃഷ്ണേന്ദു സി പറയുന്നു, നക്ഷത്ര സി പറയുന്നു, അഭിരാമി സി തറപ്പിച്ചു പറയുകയാണ്, സി തന്നെ അല്ലെ. ഓക്കെ, സംവേദ സി പറയുന്നു. ആദ്യം ടൈം ഒക്കെ ഓർമ്മിപ്പിക്കുക, 8:50 9 മണിയാകുമ്പോ ഇറങ്ങി പോണേ മാമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നക്ഷത്ര, അഭിനന്ദ് എല്ലാരും ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ ആൻസറിലേക്ക് പോവുകയാണ്. എന്തായിരിക്കും? എ ഒഴിച്ച് ബാക്കി എല്ലാ ആൻസേഴ്സും വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും ഇവിടെ ഒരു വരയുണ്ട് അല്ലെ. ഈ അറ്റം ഒരു ഈ തന്നിരിക്കുന്ന ഈ സ്ക്വയറിനെ ഒരു റെക്ടാങ്കിൾ ആക്കാൻ നടുക്കുന്ന് വരച്ചിട്ടുണ്ട്. എങ്കിൽ നമുക്ക് നടുക്ക് അങ്ങ് വരയ്ക്കാം. നടുക്ക് വരയ്ക്കാത്ത ഒരാളുണ്ട്, എ. ആ ആളെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ഇറക്കി വിട്ടു. ഇറങ്ങിപ്പോടെ, എ ഇല്ല. എ ഉത്തരമുണ്ടോ? ഇല്ല. എ ഇല്ല, അതിവിടെ കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് വരച്ചേക്കുന്നത്. വരയ്ക്കുന്നത് ഇങ്ങനല്ലേ? ഇങ്ങനെയാണ്. ഇവിടെ വര, ഇവിടെ വര. ഇങ്ങനെയാണോ ഇവിടുത്തെ വര? അല്ല. അപ്പൊ ഡി ഉണ്ടോ? ഡി ഇല്ല. ഇങ്ങനെ തന്നെ നമുക്ക് വരയ്ക്കണ്ടേ? ഇങ്ങനെ വരയ്ക്കണം. നോക്കി, ഇനി ഇത് കണ്ടോ, ഈ അറ്റത്തൊരു കുത്താണ്, ഒരു ഡോട്ടാണ്. എന്നിട്ട് ഇങ്ങോട്ട് ഒരു വര വരച്ചിട്ട് ഇങ്ങനെയാണ് ഷേപ്പ് തന്നേക്കുന്നത്. ഇത് ഇങ്ങോട്ടാണ്, ഇത് ഇങ്ങോട്ടാണ്, പിന്നെ ഇത് ഇങ്ങോട്ടാണ്. അപ്പൊ നമുക്ക് തന്നെ ഇതൊരു ആന്റി ക്ലോക്ക് വൈസ് എന്നൊക്കെ പറയാം അല്ലെ. ഒരാൾ ഇങ്ങോട്ട് വരച്ചു, അടുത്ത ആളുകാർ ഇങ്ങോട്ട് പോയേക്കുന്ന, അടുത്ത ആളുകാർ ഇങ്ങോട്ട് പോയേക്കുന്ന, എങ്കിൽ അടുത്ത ആള് ഇങ്ങോട്ട് പോണ്ടേ. അപ്പൊ ഡോട്ട് എവിടെ ഇരിക്കും? ഇവിടെ ഇരിക്കും. ഇതെവിടെ ഇരിക്കും? ഇവിടെ ഇരിക്കും. നമുക്കൊരു സർക്കിൾ പോലെ ഇങ്ങനെ വരച്ചെടുക്കാൻ പറ്റൂല. ക്ലിയർ ആണോ? മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ എല്ലാവരും ടൈം നോക്കാൻ ക്ലോക്ക് അല്ലെങ്കിൽ വാച്ച് ഉപയോഗിക്കും. ഇപ്പൊ നിങ്ങൾ പറയരുത് ഞങ്ങൾ മൊബൈലാണ് ഉപയോഗിക്കുന്ന, മൊബൈൽ നോക്കിയേ ഞങ്ങൾ ടൈം നോക്കാറുള്ളൂ എന്ന് പറയരുത്. അപ്പൊ ക്ലോക്ക്, ഈ ക്ലോക്കിന്റെ സൂചികൾ ഓടുന്നത് 1 2 4 5 6 ഇങ്ങനെയല്ലേ. ഇപ്പൊ ഇങ്ങനെയല്ലേ ക്ലോക്കിൽ പോകുന്നത്. ഇനി തിരിച്ച് ഈ ക്ലോക്കിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനെ നമുക്ക് വിളിക്കാം ആന്റി ക്ലോക്ക് വൈസ്. അതാണ് ഈ ഡയറക്ഷൻ വന്നിരിക്കുന്നത് അല്ലെ. തിരിച്ചൊരു ഡയറക്ഷൻ, ക്ലോക്കിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് വന്നിരിക്കുന്നത്, ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ ഇവിടെ കുത്തും അപ്പുറത്തെ വരയും വരണം. കുത്ത വര രണ്ടും ശരിയാണ്, കുത്ത വര. എന്നാൽ ഇത് ഈ അറ്റത്തോട്ടല്ലേ, ഈ ഇവിടോട്ടാണോ വന്നേക്കുന്നത്? ഇത് കണ്ടോ, ഇവിടുന്ന് അടുത്തോട്ടല്ലേ നിൽക്കുന്നത്. ഇവിടെ എൻഡിന്റെ പോർഷനിലോട്ട് നിൽക്കേണ്ട ഈ വര. അപ്പൊ നമുക്ക് ആൻസർ എന്ത് പറയാം? എന്ത് പറയാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്ത് പറയണം ആൻസർ? ഇങ്ങ് അറ്റത്തോട്ട് വന്ന് ഇവിടെയാണ് ഇത് വരച്ചേക്കുന്നത്. ഇതാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് നീക്കിയാണ് വരച്ചേക്കുന്നത്. അപ്പോ സി അല്ലേ നമ്മുടെ ആൻസർ? സി അല്ലേ ആൻസർ? എല്ലാവർക്കും പിടികിട്ടിയോ സി ആണ് ആൻസർ എന്ന്? കമന്റ് ചെയ്യണേ, എല്ലാരും കമന്റ് ചെയ്യണം. എല്ലാവർക്കും മനസ്സിലായോ? കമന്റുകൾ കാണുന്നില്ല. എല്ലാവർക്കും പിടികിട്ടിയോ സി ആണ് എന്ന്? ഇനി ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? റേങ്ക് ആൻസർ കറക്റ്റ് ആയി, ഹണ്ണിയുടെ ആൻസർ കറക്റ്റ് ആയി. അപ്പൊ ഏറ്റവും ആദ്യം ഈ പ്രാവശ്യം ഉത്തരം പറഞ്ഞത് ആരാ എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യ ആൻസറിലേക്ക് എത്തിയത് ആരായിരുന്നു? ആരാണ് ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് ആൻസർ പറഞ്ഞ ആൾ? ആരാണ്? അഭിനന്ദ ഡി ആണ് പറഞ്ഞത്. പക്ഷെ ഏറ്റവും ആദ്യം സി പറഞ്ഞത് നക്ഷത്ര. ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം സി പറഞ്ഞത് നക്ഷത്രയാണ്. ഓക്കെ, കൺഗ്രാറ്റ്സ് നക്ഷത്ര. ഇനി നമ്മള് ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബി പറഞ്ഞവർക്കും അതുപോലെ ഡി പറഞ്ഞവർക്കും ഒക്കെ ആൻസർ മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ബിയും ഡിയും പറഞ്ഞവരുണ്ട്. നിങ്ങൾ ഒരിക്കൽ കൂടി ഇത് നോക്കുക, എങ്ങനെയായിരിക്കും ഇത് വന്നത്. നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ആൻസർ ഒരു പൊട്ടത്തെറ്റാണ് അല്ലെ. കാര്യം ഇവിടെ ഇങ്ങനൊരു വരയൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്
ഇങ്ങനത്തെ വരയല്ലേ, ഇവിടെ ഇങ്ങനെ ഒരു കൊച്ചു വരയാണ്. അപ്പൊ ഇത് കണ്ടോ, ഇങ്ങനൊരു കോണാണ്. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയല്ലേ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് തെറ്റല്ലേ. അപ്പൊ ഇത് രണ്ടും പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇവിടെയാണ് കൺഫ്യൂഷൻ. എല്ലാം ശരിയാണല്ലോ, ഇവിടെ കുത്ത് ഇവിടെ വരാം, പക്ഷേ ഇത് ഇച്ചിരി മുകളിലോട്ടും ഇത് ഇച്ചിരി ഇങ്ങോട്ട് താഴോട്ടും ആണ്. അപ്പൊ നമ്മൾ ഫിഗറുകൾ നോക്കുമ്പോൾ ഇവിടോട്ടാണ്, ഇവിടല്ലേ കൂടുതൽ ദൂരം. ഇതാണ്, ഈ പോയിന്റിൽ നിന്നാണ് കുറച്ച് ദൂരം, ഈ പോയിന്റിൽ നിന്നാണ് കുറച്ച് ദൂരം, ഈ പോയിന്റിൽ നിന്ന് കുറച്ച് ദൂരം. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് കുറച്ച് ദൂരം. അപ്പോ ആൻസർ സി ആണ്. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഹായ് അതുൽ. അതുൽ കിട്ടിയല്ലോ അതുൽ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ നമ്മള് അടുത്ത ക്വസ്റ്റ്യൻ പറയാൻ പോവുകയാണ്. അതിനു മുമ്പ് ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണ്. ഈ ചോദ്യത്തിൽ ഡൗട്ട് ഒന്നുമില്ല. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ പറയണം ഡൗട്ട് ഉണ്ട്. ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായി, ഈ ക്വസ്റ്റ്യനും മനസ്സിലായി. സെറ്റ് അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യനും പിടികിട്ടി. അങ്ങനെ നമ്മൾ ഈ ചോദ്യവും മനസ്സിലാക്കി. ഇപ്പൊ നമ്മൾ ഒരു അട്ടപ്പൂക്കളമൊക്കെ ഇട്ട് നമ്മൾ അല്ലെ, ഓണമൊക്കെ അല്ലേ, നമ്മളൊരു വട്ടമൊക്കെ വരച്ച് പൂക്കളം വിതറുന്നത് പോലെ കുറച്ച് സ്റ്റാറൊക്കെ നിരത്തി. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യനും ചെയ്തോ. നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ വരാൻ പോവുകയാണ്. നമ്മളുടെ മിക്കവാറും ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. നോക്കാം നമുക്ക്. അപ്പൊ ഏറ്റവും ആദ്യം ആൻസർ പറയാൻ പോകുന്നത് ആരാ നമുക്ക് നോക്കണം. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണ്ടേ? ഓ, ഇതിനകത്ത് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കുറച്ച് പാടായിരിക്കും. എല്ലാരും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ഇതൊന്ന് വരച്ചു നോക്കുക. ഞാൻ ആൻസർ പറയുമ്പോൾ ഞാനിവിടെ ഓപ്ഷൻസ് ഇടാം. നിങ്ങൾ വരച്ചു നോക്കിയിട്ട് ഏതാണ് ഓപ്ഷൻ കറക്റ്റ് എന്ന് പറയുക. ഇവിടെ നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് തന്നേക്കാണ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ എല്ലാവരും വരച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതാണ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ആൻസർ വന്നു കഴിഞ്ഞു. ബിൻസി ആണ് ഇന്ന് ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത്. അതിനു മുമ്പ് ആൻസർ വന്നു. ഓക്കെ, ആദിദേവ് ആൻസർ പറഞ്ഞു. ബിയും ഡിയും പറയുന്നുണ്ട്, എ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ബി പറയുന്നു, ഡി പറയുന്നു, എ പറയുന്നു, പല ആൻസേഴ്സ് വരുന്നു. അഭിരാമി ശക്തമായി പറയുന്നു ഡി തന്നെ. സൗഹാൻ ഡി പറയുന്നു. നക്ഷത്ര പറഞ്ഞു ഡി ആണ്. സായി പറഞ്ഞു ഡി ആണ്. ഓക്കെ, ജുവൽ മരിയ ഡി പറയുന്നു. അലൻ പറയുന്നു ഡി ആണ്. നമുക്ക് നോക്കാം ഏതാണ് നമ്മുടെ ആൻസർ. ഇത് നമുക്ക് നെക്സ്റ്റ് ഫിഗർ എന്ത് എന്ന് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവിടെ ആദ്യം ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ എന്നൊക്കെ പറയാം. സ്ക്വയർ ആണ്, നമുക്ക് കണ്ടിട്ടൊരു സ്ക്വയർ പോലെയാണ് തോന്നുന്നത്. ഇതൊരു ഡയമണ്ട് ഷേപ്പ് ആണ്. ഇനി ഇതൊരു സർക്കിൾ ഷേപ്പ് ആണ്. ഇത് ഏതോ ഒരു ഷേപ്പ് ആണ് അല്ലെ. ഇങ്ങനെ ഒരു ഓർഡറിൽ വന്നേക്കുന്നു. നെക്സ്റ്റ് ടൈം ഈ ഷേപ്പ് ഇന്ന് താഴെ വന്നു, ബാക്കിയെല്ലാം ഒരു ഓർഡറിൽ വന്നു. അടുത്ത ടൈം ഈ ഷേപ്പ് തൊട്ട് മുകളിൽ വന്നു, ഇതെല്ലാം ഇങ്ങ് താഴെ വന്നു. ഇനി അടുത്ത എന്തായിരിക്കണം? ഇത് ഏറ്റവും മുകളിൽ വരണം. ഇത് ഏറ്റവും മുകളിൽ വരുമ്പോൾ ഇങ്ങനെ ഇത് വരും. ഇതൊരു ഓർഡർ തന്നെയാണ് വന്നിരിക്കുന്നത്. തൊട്ട് താഴെയുള്ള ആള് തന്നെയാണ് തൊട്ട് താഴെ. ഈ റെക്ടാങ്കിൾ വരും. ക്ലിയർ അല്ലേ? അതിനുശേഷം ഈ ഡയമണ്ട് പൊസിഷൻ വന്നു. ഏറ്റവും ലാസ്റ്റ് ഇനി ആര് വരണം? ഈ സർക്കിൾ ഷേപ്പ് വരണം. ഇത് ഇപ്പൊ ഇവിടെ ഒന്നാമതിരിക്കുന്ന ആള് ഇപ്പുറത്തെ ലാസ്റ്റാണ്. ഇവിടെ ഒന്നാമതിരിക്കുന്ന ആൾ ഇവിടെ ലാസ്റ്റാണ്. അപ്പൊ ഇവിടെ ഒന്നാമതിരുന്ന സർക്കിൾ ഇവിടെ ലാസ്റ്റ് വരണം. ഇവിടെ രണ്ടാമതിരിക്കുന്ന ആള് അപ്പുറത്തെ ഫിഗറിൽ ഫസ്റ്റ് ആണ്. ഇവിടെ രണ്ടാമതിരിക്കുന്ന ആള് അപ്പുറത്തെ ഫിഗറിൽ ഫസ്റ്റ് ആണ്. രണ്ടാമതിരിക്കുന്ന ആൾ അപ്പുറത്തെ ഫിഗറിൽ ഫസ്റ്റ് ആണ്. പിന്നെ ഈ ഒരു ഓർഡർ കീപ്പ് ചെയ്യണം. ഈ ഒരു സ്ക്വയർ കഴിഞ്ഞിട്ട് ഡയമണ്ട് 1 2 3 4 ഇത് ഇതേ പൊസിഷനിൽ ഇരിക്കണം. ഏറ്റവും ആദ്യം ഇതല്ല, ഇത് തന്നെയാണ് ഏറ്റവും ആദ്യം. സെക്കൻഡ് പൊസിഷനിൽ ഈ സ്ക്വയർ ശരിയാണ്. തേർഡ് പൊസിഷനിൽ സർക്കിൾ അല്ല. അപ്പൊ നമ്മുടെ ആൻസർ ഡയമണ്ടും സർക്കിളും വന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എല്ലാവർക്കും കിട്ടിയോ ഡി എന്നുള്ള ആൻസർ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായോ? ആർക്കേലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ എല്ലാവർക്കും പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഫിഗർ മാച്ചിങ് എന്നൊരു ടോപ്പിക്കിലാണ് ഇന്ന് നിന്നത്. എന്റെ പേര് റീജ എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ ക്ലാസ്?
പിന്നെ നമ്മള് സ്ഫിയർ, കോണ് ഇങ്ങനത്തെ ഷേപ്സ് ഒക്കെ കണ്ടു. 2D എന്താണ് എന്ന് കണ്ടു. 3D ഷേപ്സ് കണ്ടു. റെഗുലർ ഷേപ്പ്, യൂണിഫോം ഷേപ്പ്, ഇറഗുലർ ഷേപ്പ്. പിന്നെ നമ്മൾ ഓർഗാനിക് ഷേപ്സ്. പിന്നീട് നമ്മൾ അസിമെട്രിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു കുബോയിഡ് ഷേപ്സ് ആണ്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഡൗട്ട് ഇല്ലല്ലോ. ഫിഫ്ത്ത് വൺ പഠിച്ചു, സിക്സ്ത് വൺ പഠിച്ചു, സെവൻത് വൺ ക്വസ്റ്റ്യനും മനസ്സിലായി. 8th ക്വസ്റ്റ്യനും പിടികിട്ടി. നമ്മുടെ 9th ക്വസ്റ്റ്യനും എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണ്. എല്ലാവർക്കും ക്ലിയർ ആയി. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, ഞാൻ പറഞ്ഞു തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇതെന്താ അങ്ങനെ വന്നേ, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെയല്ലേ വരേണ്ടത്, ഓപ്ഷൻ സി അല്ലേ കറക്റ്റ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവരും പോയി നന്നായി പഠിക്കുക. പഠിച്ചതിന് ശേഷം പിന്നീട് ഉറങ്ങുക. അപ്പൊ ഉറങ്ങാൻ നേരത്തുള്ള ഗുഡ് നൈറ്റ് ഞാൻ ഇപ്പോഴേ തരുന്നു. അപ്പൊ ബൈ ബൈ, എല്ലാവർക്കും ബൈ ബൈ ബൈ, ഗുഡ് നൈറ്റ്. അപ്പൊ ഇന്ന് കുറെ പേര് ഫസ്റ്റ് പറഞ്ഞവരുണ്ട്, അവർക്ക് ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ്. അടുത്ത ടൈം ഓരോരുത്തരും ഇങ്ങനെ ഫാസ്റ്റ് ആയി പറയാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ എല്ലാ കുട്ടികളും നല്ല സൂപ്പർ കുട്ടികളാണ്. എല്ലാ ചക്രേഴ്സിനും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.